Pembensuran tanda satu keliran ini dengan makai berbayar dengan dia itu mereka apa ya yang boleh dia ala kan deh apa itu maupun cuma keliran हमारा फोन में चेक किया Pegati നാലാമത്തെ ഷർത്ത് കണ്ട് പ്രപഞ്ചത്തിന് പരമകാരണനാണ് പ്രഭു. ഭഗവാനാണ് എല്ലാവരും ഉണ്ടായത്. ഭഗവാനുണ്ടായവരാണ് ബ്രഹ്മാവും ബ്രഹ്മാവ് സൃഷ്ടിച്ച മറ്റെല്ലാ ദേവതകളും യുവജാതരും. അതുകൊണ്ട് പിന്നീടുണ്ടായ തത്വം ആർക്ക് മുമ്പുണ്ടായ ഭഗവാനെ അറിയാൻ കഴിയുക. അങ്ങനെ അറിയാൻ കഴിയുന്ന തത്വം അറിയാൻ കഴിയുക. എങ്ങനെ അറിയാൻ ഭഗവാനെ തന്നെ ശരണമറിയാം. അവിടുത്തെ തെളിവുകൊണ്ടേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ശരിക്കും ഭഗവാനെ അറിയാൻ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത് ഭക്തി തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം ബ്രഹ്മാവ് പോലും ഭഗവാന്റെ സൃഷ്ടിയാണ്. ബ്രഹ്മാവ് സൃഷ്ടിച്ചവരാണ് മറ്റുള്ള എല്ലാവരും ദേവതകളടക്കം, മനുഷ്യരില്ല. അങ്ങനെയൊക്കെ ഭഗവത് കൃപ കൂടാതെ ഒരാൾക്ക് ഭഗവതത്വം അറിയാൻ സാധിക്കും. ഇനി പലതര സൃഷ്ടിവാദങ്ങളെ അറിയാം. ചില ആൾക്കാര് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാവുന്നു, ഈ ജഗത്ത് തന്നെത്താനെ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ഒരാൾ വൈശേഷിക്കണം. ഇതിന് കാരണമായി ഈശ്വരന്റെ ആവശ്യമില്ല. വൈശേഷികൾക്ക് വരാനില്ല. ആ ഭാഗത്തെ നിഷേധിക്കുക, അത് ശരിയല്ല. അതുപോലെ നൈയായികന്മാർ അവരെന്ത് പറയുന്നു, 29 ഘടകങ്ങൾ ഉണ്ട് സത്യമായിട്ട്. അതാണ് ലോകമുണ്ടാകുന്നത്. അതിന്റെ നാശമാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് ചെയ്യില്ല. പിന്നെയോ സാഖ്യന്മാരുടെ അഭിപ്രായത്തില് അനേകം ജീവന്മാരുണ്ട്, അനേകം ആത്മാക്കൾ. ശരീരം പ്രതി ജീവന്മാർ വേറെ, ആത്മാക്കൾ വേറെ എന്നൊക്കെയായി അവർ പറയുന്നു. അത് സത്യമല്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയാമോ? ശ്ലോകത്തിൽ അടുത്തത് മീമാംസകന്മാരാണ്, കർമ്മികളാണ്. കർമ്മികൾ എന്താ പറയുന്നത്, ഈശ്വരത്തിന് ആവശ്യമില്ല. നമ്മൾ കർമ്മം ചെയ്തോ ആ കർമ്മം നമുക്ക് ഫലമുണ്ട്. ആ കർമ്മവും സ്വതന്ത്രമാണ്. കർമ്മം കൊണ്ടുള്ള ഫലങ്ങളും സത്യമാണ്, സ്വതന്ത്രമാണ്. അത് അനുഭവിക്കാനുള്ള ലോകങ്ങളും സ്വതന്ത്രമാണ്, സത്യമാണ്. ഇതിന് ഈശ്വരൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് പറയുന്നത് ഇവരുടെ ഈ വാദങ്ങളൊക്കെ ഒരു ഭ്രമമാണ്, അജ്ഞാനം കൊണ്ട് പറയുന്നതാണ്. 25 ശ്ലോകം. ജനിമസദസ്സദോവൃതിം ഉദാത്മനിയേകഭിതാം വിമണമൃതം സ്മരന്തി ഉപദിശന്തി ആരുപിതൈഃ ത്രിഗുണമയ പുമാനിധി വിദായതബോധകൃത വൈനതഃ പരത്ര സഭവേദവബോധരസേ ജനിമസദസ്സദോവൃതിമുദാത്മനിയേകഭിതാം
വിപണവൃതം സ്മരന്തി ഉപദിശന്തി താരുവിതൈഃ ത്രിഗുണമയ പുമാനിതി ഭിദായത ബോധകൃതാം ത്വയിനതഃ പരപ്രസഭവേദവബോധരസേ യനിം അസതഃ സദഃ മൃതിം ഉദ ആത്മനി യേ ച പിത വിപണം ഹൃദം സ്മരന്തി ഉപദിശന്തി തേ ആയുർവേദൈഃ ത്രിഗുണമയഃ പുമാൻ ഇതി പിത യത് അബോധകൃത ത്വയി ന തതഃ പരത്ര സ ഭവേത് അവബോധരസേ. യേ ആരാണോ യാതൊരുവരാണോ അസതഃ ജനിം സ്മരന്തി അസത്തിൽ നിന്നാണ് ഈ ജഗത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. ആദ്യം ഈ സൃഷ്ടിക്ക് മുമ്പ് ഒന്നുമില്ലായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഇല്ലാണ്ട് ഈ ജഗത്ത് എവിടുന്നുണ്ടായി? അസത്തിൽ നിന്നുണ്ടായി എന്ന് ഒരു ഉൾപ്പെടും കൈകാര്യമായി. അവരും ഏ യാതൊരുവരാണോ സതഃ മൃതി ഉദ ഉള്ളതായ 21 വസ്തുക്കളുണ്ട്. അതിന്റെ നാശമാണ് എന്ന് പറയുന്നത്. അവരും വൈശേഷികന്മാർ ആത്മനി ഭിദാം ജീവന്മാർക്ക് ഭേദമുണ്ട്. ശരീരം പ്രതി ജീവന്മാർ വേറെ വേറെയാണ് എന്ന് പറയുന്ന ആളുകൾ അത് സാധ്യന്മാർ. വിപണം കൃതം ഇനി വിപണം കർമ്മഫലം ഉപയോഗിക്കാൻ ലോകങ്ങൾ ആ കർമ്മഫല വ്യാപാരം കൃതം ഉപജ സത്യം എന്ന് സമർപ്പിക്കുന്നവരും വാദിക്കുന്നവരും ആരുവിധൈഹി അവരൊക്കെ ഓരോരോ ഭ്രമങ്ങളാൽ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതർത്ഥം ഈ വാദങ്ങളൊക്കെ ഈ പ്രപഞ്ചം സത്യമായി എടുത്തുകൊണ്ട് പറയുന്നത്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം പരമാത്മാവിൽ അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ശാസ്ത്ര സമ്മതം. പക്ഷേ ഈ ജഗത്തിനെ പരമാത്മാവിൽ നിന്ന് ഭിന്നമായി സത്യത്തിലുള്ളതായി കാണുമ്പോൾ അങ്ങനെ കാണുന്നവരായ ഈ ആളുകൾ ഇപ്രകാരമൊക്കെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്ന് പറയും. ഇനി പുമാൻ ത്രിഗുണമയ ഈ ജീവൻ ത്രിഗുണമയനാണ്. സത്വം രജസ്സംസർഗ 3 ഗുണങ്ങൾക്ക് അധീനനാണ്. ഇതി ഹിത ഇങ്ങനെ വാദവും തൊയ് അബോധകൃത ഭഗവാൻ അങ്ങയെ കുറിച്ചുള്ള അജ്ഞാനത്താൽ പറയണ്ട. വാസുവിലാരുള്ളത് അങ്ങ് മാത്രമേ അങ്ങയെ അപ്പുറത്തെ അറിയാവുന്ന അജ്ഞാനമുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെ പല വാദമുഖങ്ങൾ ഇതൊക്കെ ഓരോ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയും. ന്യായം, വൈശേഷികം, സാംഖ്യം, മീമാംസ. മീമാംസന്റെ കർമ്മകാണ്ഡിയാണ്. ഇത് എന്തുകൊണ്ടെന്നാൽ തതഃ ആ അജ്ഞാനത്തിൽ നിന്നും പരത്ര അതീതനായിരിക്കുന്ന അവബോധരസേ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അങ്ങയിൽ ആത്മാവിൽ സഹ അത് അജ്ഞാനം ഒരിക്കലും സംഭവിക്കില്ല. ഭഗവാൻ ഒരിക്കൽ അജ്ഞാനം കൊണ്ടാണ് ഈ ലോകം ഭഗവാന് വേറിട്ടുണ്ട്, സത്യമായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഭഗവാദങ്ങളെ ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ വൈശേഷികം, ന്യായം, സാംഖ്യം, യോഗം, പൂർവമീമാംസ ഈ ശാസ്ത്രങ്ങൾ പ്രകാരം എങ്ങനെ സൃഷ്ടി ഉണ്ടായി എന്നാണ് പറയുന്നത്. അവരുടെ അഭിപ്രായത്തെ സത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ അജ്ഞാനം കൊണ്ടുള്ള കൽപ്പനയാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ
പടിപടിയായിട്ട് അദ്വൈത സത്യത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. കാരണം ഈ എല്ലാ ചിന്തകന്മാരും സത്യത്തെ അന്വേഷിക്കാൻ പറയുകയാണ്. ഇതിനേക്കാൾ ഓരോ ഭാഗത്തെ അംശത്തെ യഥാർത്ഥം സ്വീകരിക്കുന്നു. എല്ലാവരും സത്യാന്വേഷകരാണ്. ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇരുന്നു. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചം സത്യം എന്നാണ് വിശ്വസിക്കുന്നത്. അജ്ഞാനാവസ്ഥയിലാണ് എല്ലാവരും അല്ലേ? അപ്പൊ ലോകം സത്യമാണെന്നുള്ള വിശ്വാസം. അപ്പൊ ഈ വിശ്വാസപ്രകാരം ഈ ലോകത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചോളൂ. അവര് ഇങ്ങനെ ഓരോരോ തീരുമാനത്തിലെത്തി. വൈശേഷികന്മാർ തീർന്നത് പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യത്വം ഇല്ല ഈ പ്രപഞ്ചത്തിൽ. പക്ഷേ ആ പ്രപഞ്ചത്തിന് എങ്ങനെയുണ്ടായി? അതൊരു ദൃഷ്ടിയിൽ ബ്രഹ്മത്തിന് ഭിന്നമായ പ്രപഞ്ചമില്ല. ഇതാണ് ആത്യന്തികമായ എന്താ? പരമകാരനായ പരമാത്മാവ് തന്നെ സമസ്ത വ്യക്താകാരേണ പ്രകാശിക്കുക എന്നല്ലാതെ സമുദ്രം തന്നെ തിരയും പറയുമായി പ്രകടമാവില്ലാതെ സമുദ്രത്തിൽ വേറിട്ട് തിരയും പറയുകയില്ലാത്ത പ്രകാരമോ, സ്വർണ്ണത്തിന് വേറിട്ടിട്ട് ആ പണ്ടങ്ങളില്ലാത്ത പ്രകാരമോ, മണ്ണിൽ നിന്ന് ഭിന്നമായിട്ട് പാത്രങ്ങളില്ലാത്ത പ്രകാരമോ, പ്ലാസ്റ്റിക്കിൽ നിന്ന് ഭിന്നമായിട്ട് പ്ലാസ്റ്റിക് ഉപകരണങ്ങളില്ലാത്ത പ്രകാരമോ, മാതിരി പരമാത്മാവായ ഭഗവാന് വേറിട്ട് ജഗത്തില്ല എന്നുള്ളതാണ് ആത്യന്തികമായി കണ്ടെത്തിയ സത്യം. അതാണ് ആത്യന്തിക സത്യം. പക്ഷേ ഈ സത്യം അറിയാത്ത അജ്ഞാനാവസ്ഥയില് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാര് പ്രപഞ്ചത്തിന് കാരണം ഇതാണ് 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 എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താ പറയുന്നത്? വൈശേഷികന്മാര് ചുണ്ണാമ്പ് അതിൽ കൂടി ചേർത്താൽ ചോക്ക ഈ പ്രപഞ്ചം അത് പ്രത്യേകിച്ച് വിഷയത്തിൽ ആവശ്യമില്ല. സചേതനമായ കാരണം ആവശ്യമില്ല. സമജ്ഞം സമശക്തനുമൊക്കെ ആദ്യം ഈശ്വരനെ ജനസൃഷ്ടി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വേദാന്തത്തിന്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഒരു കാരണം ആവശ്യമില്ല. പിന്നെയോ തർക്കാരം ഉണ്ടാവുക എന്ന് വാദിക്കുന്നുണ്ട്. ഇനി ന്യായശാസ്ത്രക്കാരോ 21 വസ്തുക്കൾ ഓൾറെഡി ഇവിടെയുണ്ട്. അതാണ് സത്യായ ആ വസ്തുക്കളുടെ നാശമാണ്. ഏത് 21 വസ്തുക്കൾ? ഈ 21 വസ്തുക്കൾ നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ കാണല്, സാധനയില്, ആസനിക്കല്, കേൾക്കല്, സ്പർശിക്കല്. പിന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ 5 വിഷയങ്ങൾ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ. പിന്നെ മനസ്സിന്റെ സങ്കല്പവും. പിന്നെ എല്ലാം അനുഭവിക്കാൻ കാരണമായ അടിസ്ഥാനമായ ശരീരം. ഈ ലോകവുമായി ബന്ധപ്പെടുന്നുണ്ടാവുന്ന സുഖദുഃഖം. ഇങ്ങനെ 21 വസ്തുക്കൾ. ഈ 21 ദുഃഖം എന്നാണ് പറയുന്നത്. കാരണം ലൗകിക സുഖവും ആത്യന്തികമായ ദുഃഖത്തിന് കാരണമായതുകൊണ്ട് ഇതിനെ ദുഃഖങ്ങൾ തുടങ്ങുന്നത്. സർക്കാരി ലോകത്തിലെ സുഖത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ്. പക്ഷെ അത് നാശമുള്ളതുകൊണ്ട് അതിന് ദുഃഖം തുടങ്ങും. അപ്പൊ ന്യായശാസ്ത്ര പ്രകാരം ഈ 21 ദുഃഖങ്ങളുണ്ട്. ഇത് സത്യമായിട്ടുള്ള 21 ഘടകങ്ങൾ. ഇവയുടെ നാശമാണ് ശ്രുതികാരം. അങ്ങനത്തെ സാങ്കേതികമായ അഭിപ്രായത്തില് ജീവന്മാര് അസംഖ്യമാണ്. ശരീരം പ്രതി പ്രത്യേകം ജീവാത്മാക്കളുണ്ട് എന്നാണ്. എന്നാൽ കർമ്മകാരികൾ മീമാംസകന്മാരോ കർമ്മം സത്യം, കർമ്മധം സത്യം, കർമ്മധം അനുഭവിക്കേണ്ട സർക്കാർ ലോകങ്ങൾ സത്യം, അവർ ഈശ്വരനെ നിയമിക്കില്ല. ഇതൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം? ഇതൊക്കെ ഈ പ്രപഞ്ചം സത്യമാണെന്ന് വിശ്വസിച്ചു കൊടുത്താലും വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞു പ്രപഞ്ചം പരമാത്മാവിൽ ആരോപിതമാണ്. ആത്മാവിന് ഭിന്നമായിട്ട് ജഗത്തുണ്ടായിട്ടില്ല. അപ്പൊ ആരോപിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ സത്യത്തെ വൃത്തി വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഓരോ വാദമുഖങ്ങളും ഉണ്ട്. ഇനി പറയണം ഈ ജീവാത്മാവ് ത്രിഗുണമയാണ്, 3 ഗുണങ്ങളോടുകൂടിയവനാണ് എന്ന് പറയുന്നു. അതും അജ്ഞാനത്തിലുള്ള വ്യവഹാരം. വാസ്തവത്തിൽ ഈ ജീവാത്മാവ്
തത്വമസി പറയുന്നത്. അതിന് മഹാവിലൂടെ ദൈവാത്മാവ് ഗുണങ്ങൾക്ക് അതീതനാണെന്നാണ് പറയുന്നത്, അജ്ഞാനത്തിന് അതീതനാണെന്നാണ് പറയുന്നത്, വാദുകൾക്ക് അതീതനാണെന്നാണ് പറയുന്നത്, വസ്തുക്കൾക്ക് അതീതനാണെന്നാണ് പറയുന്നത്, പഞ്ചകോശങ്ങൾക്ക് അതീതനാണെന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഇതെല്ലാം ഏത് തരത്തിലാണ് പറയുന്നത്? അജ്ഞാനതലത്തിൽ, അജ്ഞാനത്തിന്റെ വ്യവഹാരത്തിൽ. കാരണം 3 ഗുണങ്ങൾ പ്രകൃതിയിലാണ്. ശാസ്ത്രം പറയുന്നത് 3 ഗുണങ്ങൾ പ്രകൃതിയിലാണ്. പുരുഷനോ ഈ 3 ഗുണങ്ങൾ അതീതനാണ്. പുരുഷനാരാണ്? ജ്ഞാനമാത്ര സ്വരൂപനാണ്, ചിന്മയാണ്, സ്വരൂപനാണ്, സാക്ഷി മാത്രമാണ്. അങ്ങനെയുള്ള പുരുഷനില്, ജ്ഞാനസ്വരൂപനായ പുരുഷനിൽ എങ്ങനെ അജ്ഞാനം ഉണ്ടാവും? പ്രകാശത്തിൽ എങ്ങനെ ഇരുട്ടുണ്ടാവും? പ്രകാശത്തിൽ ഇരുട്ടുണ്ടാവാൻ പറ്റാത്ത പോലെയാണ് ജ്ഞാനസ്വരൂപനായ ഭഗവാനിൽ അജ്ഞാനം നിൽക്കാൻ പറ്റാത്തത്. അതാണ് പറയുന്നത്. ശ്രീധരസ്വാമികൾ പറയുന്നത് എന്താ? ഇങ്ങനെ ഓരോ ആചാര്യന്മാരെ, ഓരോ ശാസ്ത്രത്തിന്റെ ആചാര്യന്മാര് ഓരോ തരത്തിൽ ഉപദേശിക്കും. ആ ഉപദേശിക്കുന്ന ആ ആചാര്യന്മാർക്ക് തന്നെ പല അഭിപ്രായങ്ങളാണെങ്കിൽ എങ്ങനെ ജ്ഞാനം സുഗമമായി തീരും? പറയുന്നതല്ല നീ പറഞ്ഞത്. ഒരാൾ അതുകൊണ്ട് മോക്ഷം നേരിടാം. അങ്ങനെയാണ് ആചാര്യന്മാർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അതാണ് അസത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ജന്മം. ഉൽപ്പത്തിക്ക് മുമ്പ് സൃഷ്ടിക്ക് മുമ്പ് ഇല്ലാണ്ടിരുന്ന ഈ ജഗത്തിന്റെ ഉൽപ്പത്തി ശൂന്യത്തിൽ ഉണ്ടാകുന്നു. ഒന്നുമില്ലായിരുന്നു. അസത്തിച്ച ഒന്നുമില്ലായിരുന്നു. ഇത് വൈശേഷികമാണ്. ഇനി പതഞ്ജലായ പതഞ്ജലി മഹർഷിയുടെ അനുയായികളായ യോഗികൾ എന്ന് പറയുന്നു അസത്തിൽ നിന്ന് ഉണ്ടാവുന്നു, ജീവന്റെ ഉൽപ്പത്തി ഉണ്ടാവുന്നു. ഈ ഉള്ളത് 21 വസ്തുക്കൾ ഓൾറെഡി അവിടെ ഉണ്ട്. അതാണ് ഞാൻ ഇതൊന്നും പ്രളയകാലത്ത് നശിക്കില്ല. അഭിപ്രായത്തില് പ്രളയകാലത്ത് ഇതൊക്കെ മാറ്റിയോ? ഈ 21 ഘടകങ്ങൾ മാറ്റിയോ? ഇത് ഇന്ദ്രിയങ്ങളും ശബ്ദാദി വിഷയങ്ങളും ഇന്ദ്രിയങ്ങളെ കാണുന്നതായ പ്രവൃത്തികളും മനസ്സിന്റെ സങ്കല്പവും അതുമായി ഈ സുഹൃത്തുക്കളൊക്കെ ശരീരമൊക്കെ മാറ്റിയോ? അതിന്റെ നാശമാണ് മോക്ഷം എന്ന് ന്യായരസക്കാരാണ്. നൈയായികന്മാര് അഥവാ താത്വികന്മാർ, ഇതാണ് ന്യായശാസ്ത്രക്കാർ. സാങ്കേശാസ്ത്രക്കാര് പറയുന്നത് ശരീരം പ്രതി ജീവന്മാര് വേറെ വേറെ. കർമ്മത്തെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർ പറഞ്ഞത് കർമ്മമാണ് കർമ്മമാണ് ദൈവം, കർമ്മമാണ് സത്യം. കർമ്മവും കർമ്മഫലവും കർമ്മഫലം അനുഭവിക്കേണ്ട ലോകങ്ങളൊക്കെ സത്യം. ഈ ദൈവതലത്തില് അജ്ഞാനതലത്തില് ഇതിൽ പല ഭാഗങ്ങളും നമ്മൾ വേദാന്തത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ഓരോ സേനയെ പ്രതി ജീവന്മാരെ വേറെ, അവിടെ ഒരു ജീവൻമുക്തനായ എല്ലാ ജീവൻമുക്തനാണെന്നില്ലോ. ശരി പറയാം. പക്ഷെ ഇതെല്ലാം ഏത് തരത്തില? ഈ ദ്വൈത പ്രപഞ്ചം സത്യം എന്ന് എടുത്തുകൊണ്ട് കാണിക്കുക. അതത് ശരി. പക്ഷെ ആത്യന്തികമായി ഈ ദ്വൈതം സത്യമാണോ എന്നുള്ളതാണ് ശ്രുതിഗീത ചർച്ച ചെയ്യുന്നത്. വേദസ്തുതി വേദം പറയണ ശ്രുതി പറയണ ഇതിനെയൊക്കെ പറയുന്നു. ഇതൊക്കെ അജ്ഞാനതലത്തിലെ വ്യവഹാരമാണ്. അതരത്തിൽ നമുക്ക് അംഗീകരിക്കാം. ഈ അജ്ഞാനത്തിന് ജ്ഞാനത്തിലേക്ക് ഒരാളെ ഉണർത്താൻ വേണ്ടി പറയും. പക്ഷേ ആത്യന്തികമായിട്ട് ഇത് വെറും ആരോപമാണ്. അജ്ഞാനം കൊണ്ടുള്ള താല്പര്യമാണ്, പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഈ വാദങ്ങളെല്ലാം ശ്രുതിക്ക് വിരുദ്ധമാണെന്നാണ് ശ്രുതി പറയുന്നത്. ശ്രുതിയിലെ വേറെ പറയുന്നത് ശ്രുതിക്കും വിരുദ്ധമാണ്, യുക്തിക്കും വിരുദ്ധമാണ്. എങ്ങനെ പറയും? ശ്രുതി മന്ത്രങ്ങളുണ്ട്, വേദമന്ത്രങ്ങളുണ്ട്. ഇവരുടെ ഈ വാദങ്ങൾ ശരിയല്ല. അസത്തിൽ നിന്നാണൊക്കെ ഉണ്ടായത് ഉള്ള ആ വാദത്തെ നിഷേധിക്കുന്നു. സദൈവ സൗമ്യ ഇതം അഗ്രേകാസിനുള്ള വേദശ്രുതി അന്തോപനിഷത്ത് പറയുന്നു. സൗമ്യ അലയുണ്ണി ആദിയില് മുമ്പ് സത്വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ആ സത്ത് തന്നെയാണ് ആത്മാവായിരുന്നത്. തത്വമസി ശേഖരോ. അപ്പോൾ ശുദ്ധിയിടുന്നവരെ പറയണു ബ്രഹ്മൈവസൻ ബ്രഹ്മ ആപ്യേരി. ബ്രഹ്മം തന്നെയാണ് മുമ്പിലുണ്ടായിട്ടുള്ളൂ, ബ്രഹ്മം തന്നെ ഇപ്പോഴുള്ളൂ. അജ്ഞാനം കൊണ്ട് ബ്രഹ്മത്തിന് നിന്റെയാണ് ഞാൻ നിങ്ങൾക്ക് വിചാരിക്കണം. അപ്പോ ആ ഗുരുപദേശം കൊണ്ട് അജ്ഞാനം നീങ്ങുമോ? അപ്പോ ബ്രഹ്മം തന്നെയായിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മസ്വരൂപം തിരിച്ചറിയുന്നു, അതിനെ ബ്രഹ്മപ്രാപ്തി, ഈശ്വരപ്രാപ്തി എന്ന് വേറെ പറയും. ഇനി ശ്വേതാശ്വേതരോപനിഷത്ത് ഒക്കെ ശ്രുതി വേദാണ്, ശ്രുതി ഗീത. ശ്രുതികള് സത്യത്തെ എല്ലാ ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്ന ആ ആശയങ്ങളെ സമന്വയിപ്പിക്കുക. അനീശയാണ് ശോധന മുഖ്യമാണ്. മായ കൊണ്ട് മയങ്ങിയവരാണ്, അജ്ഞാനത്തിൽ മഴങ്ങിയവരാണ്, മോഹിക്കുന്നവരാണ്. ഈ സംഹാരത്തിൽ ഏകാദികളെ ജ്ഞാനമെടുത്ത് ഈ പ്രപഞ്ചം സത്യത്വം കണക്കാക്കി അതിനാലോടി ദുഃഖിക്കുന്നത്, ജന്മമരണ സംസാരം അനുഭവിക്കുന്നത്. ഇനി മുണ്ടക്കോപനിഷത്ത് പറയുന്നു അവിദ്യായ അന്തരെ വർത്തമാനാമ. അവിദ്യയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തവരെ, അജ്ഞാനത്തിൽ ഒഴുകിയവരാണ്, സ്വയം ധീരന്മാരാണെന്നും സ്വയം ഞങ്ങളെല്ലാം അറിയുന്ന പണ്ഡിതന്മാരാണെന്നും അഭിമാനിക്കുന്നവരാണ് ഈ ആൾക്കാർ. അവരെങ്ങനെയാണ്? അന്തേനൈവ തീയമാന യഥാർത്ഥ. കുരുടന്മാരാൽ നയിക്കപ്പെടുന്ന മറ്റുള്ള കുരുടന്മാരെയാണ്. അവർ സ്വയം അജ്ഞാനത്തിലൂടെ എന്നിട്ടോ ഞങ്ങളെല്ലാം അറിയുന്നവരാണ്, പണ്ഡിതന്മാരാണ്, ധീരന്മാരാണ് അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന മറ്റുള്ള അന്ധന്മാരെ മതി. അജ്ഞാനം കൊണ്ടുണ്ടായ പല തത്വങ്ങളിൽപ്പെട്ട് സംസാരത്തിൽ ചുറ്റിത്തിരിക്കുന്നു. ഇതൊക്കെ ഇവരുടെ വാദങ്ങൾ ശരിയല്ല. അജ്ഞാനം കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി, ഈ സംസാരവും സത്യമെന്ന് തോന്നുന്നത് എന്ന് സമർത്ഥിക്കാം. എന്നാണ് ഈ ശ്രുതികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇനി പറയണു വേദം ശ്രുതി പറയണു ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഇവിടെ പലതില്ല. ഏകവും അദ്വിതീയവുമായ ആ ബ്രഹ്മം പരമാത്മ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് പറയുന്നു. ഏകമേവ അദ്വിതീയമാകെ എന്താ? ഏകം എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ പറയാം. ആ ഒന്നെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പലതിലെ ഒന്നെന്ന് തെളിയും അല്ലേ? നാനാത്വത്തിൽ ഒന്ന്. അനേകം വസ്തുക്കളാണ് ഇവിടെ കാണുന്നത്. ഈ അനേകം സത്യമല്ല എന്ന് പറയുന്നത്. ഈ അനേകത്തിൽ ഒന്നാണ് അല്ലാന്ന് കാണിക്കാണ് അദ്വിതീയം, രണ്ടില്ലാത്ത ഒന്ന്, നോൺ ഡുവൽ. അപ്രയോഗം എന്താ ഇതിനർത്ഥം? അതിനർത്ഥം ഇത് സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതം. കേൾക്കണം ആ സമസ്ത വേദത്തിന്റെ സാരത് ഏകം ഏവ അദ്വിതീയ ബ്രഹ്മാവികളല്ലേ? അത് ധാരാളം നോക്കിയാണല്ലേ? അതെ, ഏകവും അദ്വിതീയവുമാണ് ബ്രഹ്മം. രണ്ടില്ലാത്ത ഒന്നാണ്. ബ്രഹ്മം രണ്ടില്ലാത്ത ഒന്നാണ്. എന്താ രണ്ടില്ലാത്ത ഒന്നെന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത്? ഈ ലോകത്തില് മൂന്ന് തരത്തിലുള്ള ഭേദം, വസ്തുക്കൾ തമ്മിൽ ഭേദം മൂന്ന് തരത്തിലാണ്. അതാണ് സജാതീയം. ഉദാഹരണം സജാതീയ ഭേദം എന്താ? വൃക്ഷം. വൃക്ഷം എന്നുള്ളത് ഒരു ജാതി. വൃക്ഷജാതി തന്നെ പ്ലാവ് അല്ല മാവ്. പ്ലാവിനും മാവിൽ ഭേദമുണ്ട്. പ്ലാവിനും മാവിനും തെങ്ങിന് ഭേദമുണ്ട്. അതിന് മൂന്നിന് കൗങ്ങിന് ഭേദമുണ്ട്. അല്ലേ? പൊതുവെ ഒരു ജാതിയല്ലേ സജാതി, ഒരു ജാതി, ഒരു ജാതിക്കാരൻ. ആ ഒരു ജാതിക്കാരത്തിന് എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? ശരിയോ? നിങ്ങൾ ആലോചിച്ചു. മനുഷ്യരുടെ തന്നെ ഒരു ജാതി തന്നെ അനേകമല്ലേ? വൃക്ഷങ്ങളുടെ ഒരു ജാതിയാണ്. ആ ജാതി തന്നെ ആ വൃക്ഷങ്ങൾ പലജാതി വൃക്ഷങ്ങളല്ലേ? അതാണ് ഒരു ജാതിയിൽ തന്നെ ഭേദം, സജാതീയ ഭേദം. അതുണ്ടോ പരമാത്മാവില്? ഇല്ല. പരമാത്മാവ് ഏകയുള്ളവർക്ക് ഈ പല ജാതികാരെ ഉണ്ടാവും. പലതുണ്ടെങ്കിലേ ജാതികാരെ ഉണ്ടാവുള്ളൂ. അതാണ് സജാതീയ ഭേദരഹിതം എന്ന് പറയുന്നത്. അപ്പൊ സജാതി എന്ന് പറഞ്ഞാൽ ഒരു ജാതി തന്നെയുള്ള ഭേദം. അതാണ് വൃക്ഷങ്ങൾ. വൃക്ഷ
ഉദാഹരണം, വൃക്ഷം ഒരു ജാതി, മൃഗങ്ങൾ വേറൊരു ജാതി, പക്ഷികൾ വേറൊരു ജാതി, മനുഷ്യർ വേറൊരു ജാതി. ഇതിൽ തമ്മിൽ വ്യത്യാസമില്ല. ഈ വ്യത്യാസം കൊണ്ടാണെങ്കിൽ ഇവിടെ അത് വേണമല്ലോ. ശ്രുതി എന്ന് പറയുന്നു ഇവിടെ പലതില്ലവേ ഇല്ല, ഏകനാനാസ്തി, ഇവിടെ പലതില്ലാന്നാണ് ശ്രുതി പറയുന്നത്. അതിവിടെ ഈ ഭേദം ഉണ്ടാവില്ലോ, ഉണ്ടാവില്ല. അപ്പൊ സജാതീയ ഭേദം ഇവിടെ ഇല്ല. ഒരേ ജാതിയിൽ തന്നെ തെങ്ങ്, മാവ്, പൗർണ്ണ മുതലായ വ്യത്യാസങ്ങളില്ല. ഇനി വിജാതീയ ഭേദം ഉണ്ടോ? കാരണം അമ്മാവില് ഇല്ല. വിജാതീയ ഭേദം എന്താ? മനുഷ്യജാതി, മൃഗജാതി, വൃക്ഷജാതി, പക്ഷിജാതി, ഈ വ്യത്യാസങ്ങളില്ല. എന്തുകൊണ്ടില്ല? ഇവിടെ പല ചേർന്നുകൊണ്ട് തന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെ. ഇനിയോ സ്വഗത ഭേദം. സ്വഗത ഭേദം എന്താ? ഒന്നിൽ തന്നെ ഭേദം. അതെന്താ? വൃക്ഷം, വൃക്ഷത്തിന്റെ വേര്, തടി, കൊമ്പ്, ഇല, പൂവ്, കായ, വൃക്ഷം. അതൊന്നും ഭേദമില്ല. മനുഷ്യരൊന്നാ, പക്ഷേ അതിലോ കാല്, വയറ്, കയ്യ്, തല, കണ്ണ്, മൂക്ക്, ഇതൊക്കെ വ്യത്യാസമില്ല. ഇതിനാണ് സ്വഗത ഭേദം. ഒന്നും തന്നെ സജാതീയം, വിജാതീയം, സ്വഗതം. ഇങ്ങനെ മൂന്ന് തരത്തിലേ ഉള്ളൂ ഭേദം ഈ സൃഷ്ടിയില്. ഈ മൂന്ന് തരത്തിലെ ഭേദവും പരമാത്മാവിലില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. അതിനെ ബോധിപ്പിക്കാനാണ് ഏകം ഏവ അദ്വിതീയം ബ്രഹ്മാന്ന് ശ്രുതി പറയുന്നത്. ഒന്ന് മാത്രം, രണ്ടില്ലാത്ത ഒന്നാണ്. രണ്ടിന് സ്കോപ്പയില്ല, സാധ്യതയില്ല. രണ്ട് വന്നാലേ ഉള്ളൂ ഈ ഭേദങ്ങളൊക്കെ. എങ്കിലേ അത് മാത്രമേ ഉള്ളൂ. എന്താ താല്പര്യം? ഭഗവാൻ മാത്രമേ ഉള്ളൂ. വാസുദേവ സർവമിതി ഈശാവാസ്യമിദം സർവം സർവം ഖലു ഇദം ബ്രഹ്മ. പുരുഷനേവ ഇദം സർവം. ഇതൊക്കെ എന്താ ശ്രുതികളല്ലേ? ഈ ശ്രുതികൾ എന്താ പറയുന്നത്? ഇവിടെ പലതില്ല, സത്യമൊന്നേ ഉള്ളൂ. ആ ഒന്നിനെയാണ് പലതായി അജ്ഞാനാവസ്ഥയിൽ കാണുന്നത്. അപ്പൊ അജ്ഞാനം കൊണ്ടാണ് ആ ഒന്നിനെ പലതായി ദർശിക്കുന്നത്. അതാണ് സംസാരം, അതാണ് ബന്ധനം, അതാണ് ദുഃഖ കാരണം. അതുകൊണ്ട് ഈ സംസാരത്തിന് മുതലെങ്കിൽ ദുഃഖം ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് ആ സത്യത്തെ അറിയൂ. പലതായി പ്രവർത്തന ഏകമായ കഴിവുള്ളതാണ്, സത്യമാണെന്ന് തിരിച്ചറിയൂ. ഇതാണ് ശ്രുതിയുടെ താല്പര്യം. ഇതാണ് ശ്രുതിയുടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെ വാദങ്ങളെ നൈയായികന്മാരുടെയും വൈശേഷികന്മാരുടെയും സാന്ധ്യന്മാരുടെയും ഒക്കെ ഈ സൃഷ്ടിയെ കുറിച്ചിട്ടുള്ള, അതുപോലെ സൃഷ്ടിയുള്ള മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ, അത് വാദങ്ങളെ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? വിദ്യാർത്ഥി ശ്രുതി വിരോധാണ്. ഇപ്രകാരമുള്ള കുറെ ശ്രുതി വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടില്ലേ? ഈ വേദവാക്യങ്ങൾക്ക് വിരോധമാണ്. അതുകൊണ്ട് ഇത് സ്വീകാര്യമില്ല. അങ്ങനെ ഈ ഭേദം എങ്ങനെ കാണും? അതിന് ഉദാഹരണം പറഞ്ഞു. ഒരേയൊരു ഈശ്വരനാണ് ഓരോരോ ജീവജാലങ്ങളിലും ആ ആത്മാവായി. ഓരോ ശരീരത്തിൽ പ്രത്യേക പ്രത്യേക ജീവനായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? ഒരേ ഒരു ഈശ്വരനാണ്. അതെങ്ങനെ ഒരു ഈശ്വരൻ അനേക ശരീരങ്ങളിൽ അനേകമായിട്ട് കാണപ്പെടുന്ന ജീവന്മാർ, അനേക ജീവന്മാരായിട്ട് എന്താ യുക്തിയാണെങ്കിലോ പറയണു ഏകേവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വിവർത്തിതഃ ഏകദാ ബഹുധാ ദൈവ ദൃശ്യതേ ജലതരവ. ഉദാഹരണം ജലതരൻ. എന്ത്? ജലതരൻ തന്നെ. മുമ്പത്തെ എത്ര പാത്രത്തിൽ വെള്ളം വെച്ചോ അത്രയും ആ പാത്രത്തിലെ വെള്ളത്തിൽ ചന്ദ്രനെ കാണും അല്ലേ? ചന്ദ്രൻ അനേകം കണ്ടോ? ചന്ദ്രൻ അനേകായോ? ചന്ദ്രൻ അനേകം. ഒരു ചന്ദ്രനെ എപ്രകാരമാണോ അനേകം ജലപാത്രങ്ങളിലൂടെ നോക്കുമ്പോൾ അനേകമായി കാണപ്പെടുന്നത്, ഇതുപോലെയാണ് ഈ ജീവനാനാത്വം. അല്ല, ജീവന്റെ നാനാത്വം ശരീരമുള്ള ജീവന്മാരെ അനേകം സത്യമില്ല. ആത്മാവാകുന്ന ബിംബത്തിപ്രതിബിംബം പരിചയം കാണുന്നത് ജീവാത്മാവായോ? ഈ പ്രതിബിംബത്തെ കുറിച്ച് ബിംബം ഒന്നേ ഉള്ളൂ, പ്രതിബിംബങ്ങൾ അനേകണ്ടാവാം. ആകാശത്ത് സൂര്യൻ ഒന്നേ ഉള്ളൂ. സൂര്യനോ സൂര്യൻ ഏകനായിരിക്കെ ഓരോ ഭാഗങ്ങളിലും അനേകം പ്രതിബിംബ സൂര്യന്മാരെ കാണുന്ന
എന്നൊക്കെയാണ് ശരീരത്തിൽ അനേക ആത്മാക്കളുണ്ട് എന്ന് തോന്നുന്നത്. ഇതാണ് സ്ത്രീയുടെ മതം. എന്തിനാ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ ജീവൻ ഗുണങ്ങൾക്ക് അടിമയാണ്, ഗുണകായകനാണെന്ന് പറയുന്നത് ഒരു ഗുണങ്ങളോട് കൂടിയവനാണെന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് തന്നെയാണ്. വാസ്തവത്തിൽ ആത്മാവിൽ അജ്ഞാനം ഉണ്ടോ? ആത്മാവിൽ അജ്ഞാനം സൂര്യത്തിൽ വേണമെങ്കിൽ എന്താ അങ്ങനെ പറയാൻ കാരണം? അതുകൊണ്ടാണ് പറഞ്ഞത് ആരാണ് ഈ ആത്മാവ്? ജീവൻ ആത്മാവാണ്. ഓരോ ജീവനും ഈശ്വരനാണ്, ക്ഷേത്രത്തിനും ഭഗവാനാണ് പറഞ്ഞിട്ട് അല്ലേ? ആ ആത്മാവ് പ്രാദേശ സർവഭൂതാശക്തിതാന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇരിക്കുന്ന ആ ആത്മാവാരാണ്? ജീവാത്മാവാരാണ്? ഭഗവാനാണ്. ഭഗവാനാരാണ്? അവബോധരസേ പറയുന്നു. ഭഗവാൻ അവബോധസ്വരൂപനാണ്. അവബോധം എന്താ? ആ ജ്ഞാനസ്വരൂപൻ, ബോധസ്വരൂപൻ, ചിന്മയൻ. അതുകൊണ്ട് തന്നെ ആ ബോധസ്വരൂപന്, ജ്ഞാനസ്വരൂപന്, ചിന്മയന് ഇതിനോടും സംഘമില്ലതാണ്. അങ്ങനെയുള്ള ആ ആത്മാവ്, ജ്ഞാനസ്വരൂപനായ ആത്മാവിനെ എങ്ങനെ അജ്ഞാനം നിൽക്കും? അവിടെ പോകുന്നത് അതിന്റെ ക്രമം. ആവശ്യമില്ലാത്ത തർക്കവിതർക്കങ്ങളിൽ കുടുങ്ങിയിട്ട് അഥവാ അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട ബുദ്ധികള് ഭഗവാനെ പ്രാപിക്കാൻ ശരിയായ മാർഗത്തിൽ വരാതെ ഇങ്ങനെ ദുർഗമായ മാർഗത്തിലൂടെ ഇങ്ങനെ തർക്കവിതർക്കങ്ങളിൽ കിട്ടുക. അപ്പോൾ വളരെ പ്രയാസമാണ് ഭഗവാനെ പ്രാപിക്കാൻ. എന്നാലോ ഇത്രയൊന്നും പ്രയാസമില്ല. മനസ്സിനെ സിദ്ധമായി കഴിഞ്ഞാൽ സിദ്ധമായ മനസ്സിൽ ഈ ഗുരുപദേശം കൊണ്ട് തത്വമസിലാക്കേണ്ടവരാണ്. അവിടെ എന്ത് ചെയ്യണം? ആ ഗുരുവിനെ ധരിക്കൂ, ഈശ്വരനെ ധരിക്കൂ, ഭഗവാനെ തിരുനാമങ്ങളെ ധരിക്കൂ. ശ്രീമൻ മാധവ വാമന ഹൃദയ ശ്രീശങ്കര ശ്രീപദേ ഗോവിന്ദേ മുദാവദൻ മധുപദേ മുക്ത കഥാസ്യാഹം. സുധീര പറഞ്ഞു, ഏ മഹാദേവ, ശങ്കര, ശ്രീമതേ, ഗോവിന്ദ, ലക്ഷ്മീവല്ലഭ, മധുരാപതേ എന്നിവയുള്ള ഭഗവാന്റെ പുണ്യമായ നാമങ്ങളെ ജപിച്ച് ഭക്തി വളർത്തി മുക്തനായി തീരാൻ എളുപ്പത്തിൽ സാധിക്കും. അതിനായി സതി വരാൻ പ്രാർത്ഥിക്കപ്പെടുന്നത് ഈ വാദപ്പെടാതെ മറ്റുള്ള ആൾക്കാർക്കും ഇത് ശ്രദ്ധിക്കും. യുക്തിചിന്ത, പരിഹാരം, തർക്കം, ഉണക്കം അതിനാണ് താല്പര്യം. പക്ഷേ വളരെ എളുപ്പമായി അവിടുത്തെ നാം വിളിച്ച് അവിടുത്തെ പ്രവാചന ശരണമടഞ്ഞ് അവിടുത്തെ പാദഭക്തി വളർത്തി ചിത്രത്തെ ശുദ്ധമാക്കി ഈ സത്യം കടലാമലം പോലെ അനുഭവിക്കാൻ അങ്ങനെ ചെയ്യാനാണ് ശ്രീത അനുശാസിക്കുന്നത്. നീ പറയണോ വാസ്തവത്തിൽ ഈ ജഗത്ത് എന്താണ്? കാണുന്നത് തുല്യമായിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്വർണ്ണമാണ് കാരണം, ആഭരണങ്ങളുടെ കാര്യം. ആ ആഭരണം സ്വർണം തന്നെ പല പല അല്ലെങ്കിൽ നമ്മൾ സ്വർണത്തിന് വേണ്ടി സ്വർണത്തെ ചെയ്യുള്ളൂ, മാല ചെയ്യുന്നില്ല, വളയെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. സ്വർണം തന്നെ വളയായതുകൊണ്ടല്ലേ ആ സ്വർണം എന്ന് പറയുന്നത് വളയായിട്ട് കൊണ്ടുവരുന്നു, പണ്ടായിട്ട് മേടിക്കുന്നു, അല്ലേ? ധരിക്കുന്നു, അതുപോലെ വ്യവഹാരം ചെയ്യുന്നു. ഈ ആഭരണങ്ങളുടെ കാര്യങ്ങളാണ് സ്വർണം തന്നെയാണ്. ഇതുമാതിരി ഈ പരമാത്മാവാകുന്ന പ്രപഞ്ചത്തിന്റെ മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പരമാത്മാവ് മാത്രമേ ഉണ്ടായുള്ളൂ. സദൈവ സൗമ്യ ആശിക്കുന്നു. ആ പരമാത്മാവുണ്ടായി ജഗത്ത്, ആ പരമാത്മാവില്ലാതെ എന്താവുക? ഇങ്ങനെ ഈ കാരണമായ ബ്രഹ്മത്തെ തന്നെ കാര്യമായ ജഗത്തായിട്ട് സാക്ഷാത്കരിച്ചിരിക്കുന്നു. ആര്? ഞാൻ. എന്നാ അജ്ഞാനികളോ? അജ്ഞാനികള് ഈ പ്രപഞ്ചത്തെ പരമാത്മാവായോ ഭഗവാനായോ കാണുന്നില്ല. നമുക്ക് രണ്ടുപേരെ തൃപ്തി രണ്ടാണ്.
സത്യം സാക്ഷാത്കരിച്ചവർക്ക് ഭഗവാനെ വിട്ട് ലോകമില്ല, ഭഗവാൻ അല്ലാതെ ലോകമില്ല. ലോകം ഭഗവന്മയമാണ്. എന്നാലോ അജ്ഞാനാവസ്ഥയിലോ ഈ ലോകം സത്യം, ഭഗവാൻ ഇല്ല. അപ്പൊ എന്തിനാ അവർ കാണുന്നത്? വളരെ ശ്രദ്ധിക്കണം. ജ്ഞാനിയും അജ്ഞാനിയും ലോകം കാണുന്നു, ലോകത്തിൽ ലോകമില്ല. രണ്ടുപേരുടെയും കാഴ്ചയിൽ വ്യത്യാസം. ഉദാഹരണം, രണ്ടുപേരും ആഭരണം കാണും. സ്വർണത്തിന്റെ അറിവുള്ളവരും സ്വർണത്തിന്റെ അറിവില്ലാത്തവരും ആഭരണമാണ്. പക്ഷേ സ്വർണത്തിനെ കുറിച്ച് അറിവുള്ളവർ ഏത് വണ്ണം കണ്ടാലും സ്വർണ്ണാണോ 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 എന്ന് കാണും. സ്വർണത്തിന്റെ അറിവില്ലാത്തവൻ ഈ ആഭരണങ്ങളെ കാണുമ്പോൾ ആഭരണങ്ങളെ കണ്ടാലോ ഓ ഇത് കടുക്കനാണ്, ഇത് കമ്മലാണോ, ഇത് എന്താ പറയാ ഇയറിംഗ് ആണോ, ഇത് മോസറിംഗ് ആണോ, ഇത് വളയാണ്, ഇത് മാലയാണ്, അരഞ്ഞാണോ, ഇത് പാത്രമാണോ. മനസ്സിലായോ? അപ്പൊ എന്തിനാ കാണുന്നത്? നാമരൂപങ്ങളെ സത്യം എന്ന് വിചാരിക്കുന്നു അജ്ഞാനം. ഉദാഹരണത്തിൽ സ്വർണ്ണ ആഭരണങ്ങൾ. ഇവിടെ ആക്ച്വലി ലൈഫിലോ പരമാത്മാവായ ഭഗവാൻ ഈ പ്രപഞ്ചം. അജ്ഞാനി പ്രപഞ്ചത്തെ കാണുമ്പോഴോ ഭഗവാനായി പ്രപഞ്ചത്തെ കാണുമ്പോൾ, അജ്ഞാനികളായി പ്രപഞ്ചത്തെ കാണുമ്പോഴോ ഭഗവാനേ ഓർമ്മയില്ല, ഭഗവാനേ ഇല്ല. ഈ കാണുന്ന ഓരോ നാമവും രൂപവുമാണ് സത്യം എന്ന് വിചാരിക്കുന്നത്. അവിടെ കിടന്നാണ്. കിട്ടല്ലേ? ഉദാഹരണം, അപ്പോൾ മാലയെയും വളയെയും കഴുത്തയും ഒക്കെ സ്വർണമായിട്ട് കാണുന്നുവെങ്കിലോ അജ്ഞാനിയാണ്. ഇതുമാതിരി ഈ കാണപ്പെടുന്ന ചന്ദ്രൻ നക്ഷത്രങ്ങളും സ്ഥാവരങ്ങളും ജംഗമങ്ങളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഈ ചരാചര പ്രപഞ്ചം മുഴുവനും ഭഗവന്മയമായിട്ട് കാണുമെങ്കിൽ അത് ശരിയായ ദർശനം, അത് സത്യദർശനം, അത് ജ്ഞാനിയുടെ ദർശനം അല്ല. ഈ നാമരൂപ പ്രപഞ്ചത്തെ സ്ഥാവരങ്ങളെ ജംഗങ്ങളൊക്കെ അത്ര വേറെ വേറെ കാണുമെങ്കിലോ അത് അജ്ഞാനിയുടെ ദർശനമാണ്. അതാണ് സംസാരം നമ്മളെ ബന്ധിക്കാൻ കാരണം. ചിലരോട് ഇഷ്ടം, ചിലരോട് കേട്, രാഗം, ദ്വേഷം, മതം, മത്സരത്തൊക്കെ ഉണ്ടാവും. ചിലതിന് വേണം, ചിലതിന് വേണ്ട. ഇതൊക്കെ വ്യവഹാരം എന്തുകൊണ്ടാണ്? ഭേദഗതി ഈശ്വരനായി കാണാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വേദം ശ്രുതി അജ്ഞാനാവസ്ഥയില് നമ്മളോട് പറഞ്ഞു ഈ പറഞ്ഞ സത്യമല്ല. നോക്കണം, ആദ്യം എന്താ പറയുന്നത്? നൈതി നൈതി സത്യമല്ല, ഇതല്ല ഇതല്ല. എന്താ ഇതൊക്കെ ദൃശ്യമാണ്, ദൃശ്യം ആത്മാവാണ്, ദൃശ്യപ്പെടും മാറുന്നതാണ്, മാറുന്നത് നശ്വരമാണ്, നശിക്കുന്നത് സത്യമല്ല. ഇങ്ങനെ പറഞ്ഞ് ഈ മാറുന്ന ദൃശ്യമായ എല്ലാവർക്കും ശ്രദ്ധയെ മാറാതെ മാറ്റങ്ങളെ അറിയുകയും ബോധിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വരൂപത്തിലേക്ക് കൊണ്ടുപോകും. ഒരിക്കൽ ആ സ്വരൂപനായ പരമാത്മാവിനെ അനുഭവിച്ചു സാക്ഷാത്കരിച്ചോ, മനസ്സിൽ ചേർന്നോ, പിന്നീട് ആ ആള് ഈ കണ്ണുനോക്കി ലോകത്തെ കാണുമ്പോൾ ഈ സ്വരൂപനായ പരമാത്മ തന്നെ അതത് രൂപങ്ങളിൽ ഇരിക്കുന്നു. എന്ത് കാണും? രസം. നമുക്ക് രണ്ട് ദൃഷ്ടിയാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാം, പലപ്പോഴും ഈ പ്രപഞ്ചത്തെ സത്യമല്ല മിഥ്യെന്ന് നിഷേധിക്കുന്നതാണ്. എന്തുകൊണ്ട്? അജ്ഞന്റെ ദശയിൽ ഇതിനെ സത്യമെന്ന് വിശ്വസിച്ചിരിക്കാം. പിന്നെ വേറൊരു ഈശ്വര ദർശനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈശ്വരനായിട്ടുള്ള നാമരൂപങ്ങളെ വൈവിധ്യത്തെ സത്യമായി കണ്ടുകൊണ്ട് അതിനെ ഈശ്വരനെ അറിയാൻ പറ്റില്ല. അവിടെ രാഗദ്വേഷങ്ങളോട് ഒടുങ്ങി അവൻ ദുഃഖിയേ ചെയ്യുള്ളൂ. നേരെ മറിച്ചോ ഈ ദൃശ്യമായ സകലകൾക്കും ആ വെറും മനസ്സിന്റെ കൽപ്പനയാണ്. ഇങ്ങനെയാണ് പറയാ ശാസ്ത്രം അല്ലേ? മനസ്സുള്ള കൈലത്തിന്റെ മനസ്സിലാക്കുന്ന രംഗത്തില്ല. സന്ദർശനത്തിൽ മനസ്സുണർന്നാൽ ലോകമുണ്ട്, മനസ്സിലേക്കാലോ ലോകമുണ്ട്. അതുകൊണ്ട് മനോമയം തത്വനം ഭണം. അതുകൊണ്ട് നമ്മളെ പോലെ പറയും പക്ഷെ ഈ മനസ്സ് എവിടെന്നാ ഉദിക്കുന്നത്, മനസ്സ് എവിടെയാണ് അസ്തമിക്കുന്നത്, അത് സത്യം. മനസ്സിലായോ? മനസ്സ് സത്യമല്ല, ഉദാഹരണ മനസ്സ് സത്യമല്ല. ആ മനസ്സ് പൊക്കി കാണിക്കുന്ന ലോകവും സത്യമല്ല. പക്ഷേ ഏതൊന്നിൽ മനസ്സിന്റെ ഉദയാസ്പദനങ്ങൾ സംഭവിക്കുന്നു ആ ആത്മവസ്തു സ്വരൂപം സത്യം എന്ന് പറഞ്ഞ നമ്മുടെ ശ്രദ്ധയെ ഭഗവത് സ്വരൂപത്തിലേക്ക് കൂട്ടിയിട്ടുക. മനസ്സിലായോ? ആ ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ യാതൊന്നു നാരായണ
പ്രതിമാ യാതൊന്നു കേൾക്കുന്നത് നാരായണ സ്തുതികൾ യാതൊന്നു ദേവം നാരായണാർച്ചനകൾ യാതൊന്നു നാരായണ അനുഭവം. ഇത് അച്ഛൻ്റെ അനുഭവമല്ല, വിദ്യന്റെ അനുഭവം. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് പരസ്പരം പരിചയത്തോടെ കേൾക്കുമ്പോൾ ഒരു സമയത്തോട് സത്യമല്ല, ഇതൊക്കെ മത്സരമാണ്. ഇത് വൈരാഗ്യമാരാണ് അതിന്റെ കർശനാണ്. വൈരാഗ്യം വളർന്നാലേ സന്ദർഭമായിട്ട് സത്യത്തിലേക്ക് വീഴൂ. ആ സത്യമായി കൂടി കൈവന്നവരാണ് കണ്ണുന്ന സമയത്ത് ആ സത്യത്തിന് ഭിന്നമായിട്ട് പലതുണ്ടായിട്ടില്ല. അപ്പോഴാണ് കണ്ടത് എല്ലാ പാപത്തെയും സർവമയക്കുന്നത് നാരായണ സർവ്വം. ഇതാണ് ഈശ്വരൻ. സദിവ മനഃകൃത ത്വയി വിഭാത്യ സദാ അനുരാഗ സദാഭിവൃശന്തി അശേഷമിദമാത്മദയാത്മവിദഃ നഹി വികൃതിം ജനന്തി കനകസ്യ തദാത്മദയാ സ്വകൃതമനുപ്രവിഷ്ടം ഇദമാത്മദയാവസിതം സദിവ മനഃകൃത ത്വയി വിഭാത്യ സദാ അനുജാത സദാഭിവൃശന്ത്യശേഷമിദമാത്മദയാത്മവിദഃ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മദയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മദയാവസിതം സത് ഇവ മനഃ പ്രകൃത ത്വയി വിഭാതി അസതാം അനുജാത സത് അഭിവൃശന്തി അശേഷം ഇദം ആത്മദയ ആത്മവിദഃ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മദയ സ്വകൃതം അനുപ്രവിഷ്ടം ഇദം ആത്മദയ അവസിതം. ഈ മൂന്ന് ഗുണങ്ങളോടുകൂടിയ ഗുണാത്മകമായ ഈ പ്രപഞ്ചം മനഃ മനസ്സിന്റെ വെറും കൽപ്പന, മനസ്സിന്റെ വെറും സങ്കല്പം മാത്രമാണ്. ഇതുവരെ ആമനുജാത് പ്രപഞ്ചത്തെ തീർത്തു പറയാൻ കാരണം പ്രകൃതിയുടെ സത്വം, രജസ്, തമസ് എന്നാണ് ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് എല്ലാം ഉണ്ടായത്. അപ്പൊ ഈ പ്രകൃതിയെയും മൂന്ന് ഗുണങ്ങളെയും ആരെ എടുത്തിട്ട് നമ്മൾ സാങ്കേന്മാരെടുത്തതാണ്. സാങ്കേന്മാരാണ് പ്രകൃതി പ്രപഞ്ചം. അപ്പൊ അതില് ഒരു ആസ്പെക്ട് അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് എല്ലാം ഉണ്ടായി. അങ്ങനെ പ്രകൃതി മഹത്വത്തുണ്ടായി, അമഹത്വം അഹങ്കാരത്തുണ്ടായി, അതിൽ പിന്നെ ആ തന്മാത്രകളുണ്ടായി, ശബ്ദാദി വിഷയങ്ങളുണ്ടായി, ആകാശാദി ഭൂതങ്ങളുണ്ടായി, അനേന്ദ്രിയങ്ങളുണ്ടായി, അമേന്ദ്രിയങ്ങളുണ്ടായി, അന്ധകരണങ്ങളുണ്ടായി. ഇതൊക്കെയാണ് പ്രകൃതി വികാരം. മൂന്ന് ഗുണങ്ങളുണ്ടായില്ല. അതാണ് ഇവിടെ തീർന്നത്. ഈ മൂന്ന് ഗുണങ്ങളുടെ വികാരമാണ് ഇതെല്ലാം. അതൊക്കെ വെറും മനസ്സിന്റെ പ്രതീകമാണ്. അങ്ങനെയുള്ള ഈ ജഗത്ത് സത്യമെന്ന് നമുക്ക് തോന്നുന്നു എങ്കിലും അസത് സത്യമല്ല, അസത്ത. അപ്പൊ മനസ്സിന്റെ വികാരമാണ്. അത് ഈ മനസ്സിന്റെ പ്രൊജക്ഷൻ പറയും. എങ്ങനെ സ്വപ്നം സത്യമാണ് കാണുന്നത്. പക്ഷേ മനസ്സിന്റെ കൽപ്പനയിലെ പ്രൊജക്ഷനിലെ പറയാം, പറയാം. ഇതുമാതിരി ഈ പ്രപഞ്ചം ത്രിഗുണാത്മകമായ മനസ്സിന്റെ
മനുഷ്യൻ വരെ കയറി പറഞ്ഞു ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. പ്രധാന മനുഷ്യനെ സംബന്ധിച്ചു നാളെ സൃഷ്ടിയിലൊന്നും പറയാം പല പല തരത്തിലുള്ള ബ്രഹ്മാവും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് സന്തോഷത്തിന് സൃഷ്ടി പുരോഗമിക്കേണ്ട തീരുമാനത്തിൽ സൃഷ്ടി സ്വാഭിക്കുന്നു. കാരണം ഈ സത്യം കണ്ടെത്താൻ ഈ പരമാർത്ഥ അറിയാത്ത കഴിവ് ഈ മനുഷ്യനുള്ളത് കൊണ്ട് ഈ സൃഷ്ടിയുടെ ആവശ്യമില്ല, പുരോഗമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആവല്ല മനുഷ്യകാര്യങ്ങളെ സൃഷ്ടി ത്രിഗുണാത്മകമായ മനസ്സിന്റെ വികാരമാണ് ഈ പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ ത്രിഗുണാത്മകമായ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് അത് സത്യമല്ല. അസത് ഇതം അസത്താണ്. പക്ഷേ സത് ഇവ ഭാവി നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. സത് ഇവ ഭാവി സത്യം എന്ന പോലെ പ്രകാശിക്കുന്നു തോന്നുന്നു. സ്വയം കാണുന്ന സത്യല്ലേ? അതെ, ഹിമാലയത്ത് സത്യം സഹായ സത്യവദ്ഭാവി പ്രബോധേ സത്യസത്തവേ ആത്മബോധം. സ്വന്തം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യം, പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ അത് സത്യമല്ല. അപ്പൊ ഇത് എവിടെയാണ് നിന്നത്? വളരുമ്പോൾ സത്യമല്ലാതെ അപ്പോ വളർന്നുമ്പോ അത് കണ്ടപ്പോ ആ സത്യം എവിടെ നിന്നത്? സ്വന്തം എവിടെ നിന്നത്? അല്ലേ? അതെ, ആ മനസ്സ് എവിടെ നിന്നത്? ആ മനസ്സ് എവിടെ ജയിച്ചു നോക്കത്തില്? ആ മനസ്സ് ജയിച്ചു നോക്കുന്നത് സ്വപ്നമാണ് ഇല്ല. എവിടുന്നാണ് അതിന്റെ ബുദ്ധി വന്നത്? അതാണ് മനസ്സിന്റെ ആസ്തവനങ്ങൾ എവിടെ നടക്കുന്നത്. മനസ്സ് ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യുന്നതോടുകൂടി ലോകം ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യും. ഈ മനസ്സ് എവിടെയാണ് പോയി ചെയ്യുന്നത്? അതാണ് സത്ത് ഉള്ളതായ പരമാത്മ ബോധം, സത്യം, ആത്മ, ഈശ്വരത്വമാണ്. അതിൽ ഓരോരുത്തരും ഈ മനസ്സ് പോയി ജയിക്കുന്നു. എവിടെയാണ്? അതിൽ ഓരോരുത്തരും ആത്മജീവിതത്തിലാണ്, ബോധത്തിലാണ്. ഇതന്നെയാണ് സത്യ പ്രപഞ്ച ശക്തിയായ ഈ സത്യ മനസ്സിന്റെ പ്രമേയത്തിൽ ബ്രഹ്മാവടക്കം ജയിച്ചിട്ടുണ്ടാവും. എവിടെ പോയിരുന്നു? അപ്പൊ ഈ പ്രപഞ്ചം ഇപ്പോ മനസ്സിന്റെ സങ്കല്പമാണെന്നും ത്രിഗുണാത്മകമായ പ്രകൃതിയുടെ വികാരമാണെന്നും പറഞ്ഞുകൊണ്ട് അതിന് സത്യത്വം ഇല്ല. പക്ഷേ ഇന്നിപ്പോ നമ്മളൊക്കെ ഈ സത്യമാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് കാരണം എന്ന് ചോദിച്ചാലോ, കാരണം പറയണോ, തൊയ് സത്യസ്വരൂപനായ അങ്ങയിൽ വിവാദി, അങ്ങയിലാണ് കിടന്നത്. സത്യസ്വരൂപനായ പരമാത്മാവിലാണ് ഈ കാണുന്ന പ്രപഞ്ചം തോന്നപ്പെടുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സത്യത്വം ഇതിന്റെ പുറകിൽ അങ്ങയുടെ സത്യത്വം കടക്കുക. ഭഗവാനുള്ള സത്യമുണ്ട്. ആ ഭഗവാനിൽ തോന്നപ്പെടുന്ന പ്രപഞ്ചം സത്യമായി തോന്നുന്നുണ്ട്. അതെന്താ? അതിന് പുറകിൽ സത്യമായ ഒരു ആധാരമുണ്ട്. ഭഗവാൻ സത്യസ്വരൂപനായി ഭഗവാൻ നിൽക്കുന്നതുകൊണ്ട് സത്യം. അതുകൊണ്ടാണ് ഭാഗവതത്തില് കൃഷ്ണാവതാരത്തിൽ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു സത്യസ്യ സത്യം സത്യനേത്രം സത്യാത്മകം ത്വം ശരണം പ്രപദ്യേ. സത്യസ്വരൂപനായ ഭഗവാനെ ശരണമായി. സത്യോപദം സത്യകരം സത്യം സത്യസ്യ സത്യം ധീരം സത്യേ. എന്തൊക്കെയാണ് സത്യം പറയുന്നത്? ഈ ലോകം സത്യം, പക്ഷേ ഈ ലോകം സത്യമാണോ? എങ്ങനെയാണ് വച്ചു വെക്കുക? ഈ സ്വർണ്ണമാണോ? അത് തിളങ്ങണ്ടല്ലോ, വളരെ കാശിയോ? ആ പട്ട കാശി പിടിക്കാൻ ചോദിച്ചിട്ടുണ്ടോ? ആ അയാൾ സ്വർണ്ണമാണോ അറിയാതെ പ്രശ്നമുള്ളൂ ഇല്ലേ? എന്നാ കുറെ കാര്യം പറയാം. ഇന്ന് മോണെ പറ്റുണ്ടോ അത് വെച്ച് നോക്കിയിട്ട് സ്വർണ്ണമായി മാത്രമേ കാശിയുള്ളൂ. ഇതുമായി ഈ ലോകം നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ സത്യമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. സുഖദുഃഖങ്ങളൊക്കെ സത്യമായിട്ടല്ലോ. അത് പക്ഷേ സത്യമാണെന്ന് അറിയാനുള്ള പ്രയോജനം എന്താ? സത്യം ആണെങ്കിൽ അത് 3 കാലത്തും ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഭൂതം ഭാഗമാനം 3 കാലത്തും ഉണ്ടാവണം. അതിന് സത്യം പറയുന്നത്. പിന്നെയോ ഒരിക്കലും പരിണാമം സംഭവിക്കാത്തതാവണം. കാരണം പരിണാമമുള്ള വസ്തു എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. ഒരിക്കലും നിഷേധിക്കപ്പെടാത്തതാവണം. ഒരവസ്ഥയിലെ മറ്റൊരവസ്ഥയിൽ ഇല്ലാതെ വരാൻ പാടില്ല. ഇങ്ങനെ സത്യം പറഞ്ഞില്ലേ? ഇത് ത്രികാലിയായി കിട്ടതി അത് എന്താണ് 3 കാലത്ത് കിട്ടുന്നത്? അതിന്റെ സത്യം രക്ഷിപ്പാണ്. അപ്പോ ഇന്നുണ്ട് നാളെയുണ്ട്
അങ്ങനെയുണ്ടോ? ഈ കാണുന്ന ലോകം ഇന്നലെ കണ്ടമാതിരിയല്ല, ഇന്ന് കണ്ടമാതിരിയല്ല നാളെ. നമ്മൾ ഒരേ ലോകത്തിലാണല്ലോ, രാവിലെ പുള്ളികൾ കാണല്ലോ, അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എന്നും കാണുന്ന ഒരേ ലോകമാണല്ലോ, ഒരേ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത് പറഞ്ഞാൽ അറിയാമോ? എന്നും ഞാൻ ഒരേ പുഴയിലാണ് കുളിക്കുന്നത് പറയണം അറിയാം. ശരിയോ? ഒരേ പുഴയിലാണ് നമ്മൾ കുളിക്കുന്നത്. ഈ പുഴ പ്രകാശമായി എന്റെ മുന്നിൽ കൂടെ എന്റെ വീടിന്റെ കൂടെ ഞാൻ എന്നും അയ്യോ നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു മുന്നേ ഒരു മുങ്ങൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിയൂല്ലേ? പിന്നെ പുതിയതായി വന്നാൽ അത് രണ്ടാമത് മുങ്ങൽ. അപ്പൊ എന്നും കുളിക്കുന്നത് ഒരു പുഴയാണെന്ന് കാണണ്ട. ആ വെള്ളം അങ്ങനെ ഒഴുകി പോയി. പക്ഷെ നമുക്ക് ആ പ്രവാഹം അനുസൃതമായിട്ടുള്ളതുകൊണ്ട് അത് നിത്യത്വവും സത്യത്വവും തോന്നുന്നു. ഈ ഉദാഹരണം മനസ്സിലാവുക. ഈ പ്രപഞ്ചത്തില് അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സത്യത്വത്തിലുണ്ട്. പക്ഷേ പുഴയുടെ ഉദാഹരണം മനസ്സിലാവുന്നത് നമ്മൾ ഒരു മൂന്ന് കൂടെയാണല്ലോ ഇവിടെ കുടിയെന്ന് നടന്നത് രണ്ടാമത്തുമാണ്. അപ്പൊ ഞാൻ എന്ന് പുഴയിൽ സ്വയം പുഴയിലാണല്ലേ പുഴങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവാഹത്തിൽ നിത്യത്വം സത്യത്വം ഇതുമാതിരിയാണ് ഈ പറഞ്ഞത്. കാണുന്ന വസ്തു ഇപ്പൊ കാണുന്ന രണ്ട് നിമിഷം ചെയ്യുക, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടില്ലേ? നമുക്ക് ഒരാളെ കണ്ടിട്ട് കുറെ കാലം ഇതിനെ കണ്ടു ഇയാൾ മനസ്സിലാവുന്നില്ല, ഇതിനെ പരിചയപ്പെടണം. കണ്ടോ ഇപ്പോ നമുക്ക് മനസ്സിലാവില്ലേ, മാറ്റം അറിയില്ലേ എന്ന് കണ്ടോണ്ട് നോക്കാത്തതാണ്. അപ്പൊ മൂന്നാമത്തെ സത്യമാകാൻ പറ്റുള്ളൂ. മൂന്ന് നാല് എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. രണ്ടാമത് നിഷേധിക്കപ്പെടാതിരിക്കണം. ഒരേ അനുഭവത്തിൽ അനുഭവത്തിലിരിക്കുക എന്ന സത്യാവസ്ഥ വളർന്നിരിക്കുന്ന സത്യം. സ്വപ്നത്തിൽ അത് സത്യം, വളരുമ്പോ അത് സത്യമില്ല. ഓർമ്മത്തിൽ രണ്ട് സത്യമില്ല. അപ്പോ ഞാൻ സാത്ര വിവേകം സത്യജ്ഞാനം പദ്ധതികൾ വിവേകം 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 ആത്മാനാത്മ വിവേകം പല പദ്ധതികൾ പറയുന്നത്. അപ്പോ ഇവിടെ പറയണ ഈ ശ്ലോകത്തില് ഈ കാണുന്ന ജഗത്ത് ത്രിഗുണാത്മകമായ പ്രകൃതിയുടെ വികാരമാണ്, അതുകൊണ്ടായതാണ്. മാത്രമല്ല ത്രിഗുണാത്മകമായ മനസ്സിന്റെ സങ്കല്പം കൊണ്ടുണ്ടായതാണ്, പ്രൊജക്ഷനാണ്, കൽപ്പനയാണ്. എങ്ങനെ പറയാൻ കഴിയുന്നാണെങ്കിലോ എല്ലാം ഇല്ലാണ്ടാവുന്നല്ലോ. അവസ്ഥയിൽ മറ്റൊരവസ്ഥയിൽ ഇല്ലാണ്ടാവുന്നു, നിഷേധിക്കപ്പെടുന്നു. എന്നാൽ ഈ ഗുണാത്മകമായ പ്രകൃതി പ്രളയത്തില് എവിടെ പോയി ജനിക്കുന്നു? പുരുഷനില്. അതുമായി ഓരോരുത്തരുടെയും മനസ്സ് സ്വപ്നത്തെ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ജാഗ്രത ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കാരണം? നമ്മുടെ മനസ്സ് മാത്രം സങ്കല്പിച്ചതല്ല ഈ ലോകം, സമഷ്ടി മനസ്സിന്റെ സങ്കല്പമാണ് ഈ ലോകം. ആ വ്യക്തിയുടെ മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കിയ ലോകം ആരുടെ സ്വപ്നമാണ്? മനസ്സിലായോ? ഈ കാണുന്ന ലോകം എന്റെ മാത്രം മനസ്സ് സങ്കല്പിച്ചതല്ല. ഈ ലോകത്തെ ആ കർമ്മം അനുഭവിക്കാൻ വേണ്ടി ഏതെല്ലാം നിയമങ്ങളുണ്ടോ ആ സമഷ്ടി ജീവന്മാരുടെ മനസ്സിന്റെ, അത് സമഷ്ടി മനസ്സിന്റെ സങ്കല്പമാണ്. അതുകൊണ്ട് ആ സമഷ്ടി മനസ്സിനെയാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറയുന്നത്. നമ്മുടെ കഥ പറയുമ്പോൾ ബ്രഹ്മാവ് എന്ന് പറയും. ബ്രഹ്മാവാര ടോട്ടൽ സമഷ്ടി മനസ്സ്. ആ സമഷ്ടി മനസ്സിനേക്ക് അനുസരിച്ച് ഒരു ലോകത്തെ സമഷ്ടി ജീവന്മാർക്ക് അവരുടെ അനുഭവിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോ എന്റെ ലോകം ജയിക്കുന്നുള്ളൂ, ഈ ലോകം വന്നിരിക്കുന്ന ലോകം ശരി. പക്ഷെ ഞാൻ എന്റെ മനസ്സ് സ്വന്തമായിട്ടുണ്ടാക്കിയ എന്റെ സ്വപ്ന ലോകം, എന്റെ സ്വപ്ന ലോകത്തിലെ നിങ്ങൾ ഞാൻ ഒന്നോടിയില്ല. കാരണം നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ക്ലാസ് ഇരിക്കുന്നവരാണ്, ഒക്കെ കാണും കല്യാണത്തിന് പോകുന്നവരെ കാണും. പക്ഷെ ആ സ്വപ്നത്തിൽ ആളോടുകൂടി എങ്ങനെ ആ സ്വപ്നത്തിൽ ആളോടുകൂടി ആ ഞാനും ഇല്ലാണ്ട് എന്റെ സ്വപ്ന ലോകത്തിൽ കണ്ട ആൾക്കാരും ഇല്ലാണ്ടായി. ഞാൻ ഇവിടെ സമഷ്ടി മനസ്സാകണം. സമഷ്ടി മനസ്സാകണം ബ്രഹ്മാവിന്റെ അതോ ഇത് കഥ പറയുകയാണ്. ഇത് നിസ്സരമാണ്, ചിന്തിക്കാൻ വേണ്ടി. ചിന്തിക്കാൻ നമുക്ക് മടി, ആശയമില്ലാത്ത കാര്യമാണ്. തൊഴിൽക്കൂടിക്കും ബുദ്ധി ബുദ്ധി കെടുന്ന പറയാം, ഉപയോഗിച്ചിരിക്കേ. അവിടെ ചോദ്യം
പ്രകൃതി പോയി പ്രേമമായിട്ടും കാണുന്നില്ല അല്ലേ? പക്ഷെ ദിവസത്തെ ഈ ത്രിഗുണാത്മകമായ മനസ്സ് പ്രകൃതിയിൽ സങ്കല്പിച്ചിട്ടാക്കുന്ന ലോകം, സ്വപ്നലോകം, അത് ഏതും ആ മനസ്സ് ചെയ്യുന്നു. ആ മനസ്സ് അസ്തമിക്കുന്നു. മനസ്സ് വേണ്ടിയിരിക്കുന്നു. ആ മനസ്സ് സങ്കല്പിച്ചാണ് പറഞ്ഞു. പക്ഷേ ഈ മനസ്സിൽ ഹൃദയാസ്തമനം എവിടെ നടക്കുന്നുവോ അതാണ് സത്യം. അതെവിടെയാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മെ ബോധത്തിൽ തന്നെ ഈ ചിന്തകൾ മനസ്സുണ്ടാകുന്നത്. ആ ബോധത്തിലല്ലേ ഈ മനസ്സ് നിൽക്കുന്നത്, അതിലേക്കല്ലേ ജയിക്കുന്നത്. ആ ബോധസ്വരൂപം പരമാത്മ ഭഗവാൻ. അപ്പൊ വാസ്തവി ലോകം നമ്മുടെ ലോകത്തെ ആകർഷിക്കുന്ന മൂന്ന് അനുഭവങ്ങളെ ഓരോ ജീവിതം. അപ്പൊ ഈ മൂന്ന് ലോകം ത്രൈലോക്യം, നമ്മുടെ ത്രൈലോക്യം എവിടെയാ? ഭഗവാന്റെ. അപ്പൊ ഈ ലോകം സത്യമായി തോന്നാൻ എന്താ കാരണം നോക്കൂ. സത്യസ്വരൂപയിൽ ലോകം നിൽക്കൊണ്ട് ഈ ലോകം സത്യം തോന്നുന്നു. അത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. അത് മനസ്സിലാക്കിയാൽ മതി. ഭഗവാനെ സത്യസ്യ സത്യം എന്ന് പറഞ്ഞു. എന്താണ് പറയാൻ കാരണം? സത്യമായി സാധാരണക്കാർ അജ്ഞാനാവസ്ഥയിൽ വിചാരിക്കുന്ന ഈ ലോകം നിരന്തരം മാറി മറിയുന്നതും നശിക്കുന്നതുമാണ്. എന്നാൽ ഇതിന്റെ പുറകിൽ ഇതിന് ഉമ്മ കൊടുത്തുകൊണ്ട് ഇതിന് ആശ്രയമായി ഇതിന് ആധാരമായിരിക്കുന്നത് ഭഗവാനെ അങ്ങായതുകൊണ്ട് ഈ സത്യമെന്ന് തോന്നുന്ന ലോകത്തിന് സത്യത്വം കൊടുക്കുന്നത് അങ്ങായതുകൊണ്ട് സത്യത്തെ സത്യം ഭഗവാനെ. നിഹിതത്തെ സത്യം ആ സ്വഭാവം മാത്രമായി ഓരോരുത്തർക്കും മനസ്സിലാവും. പക്ഷേ അങ്ങനെ ആരും കാണാത്തത് ഭഗവാൻ വിചാരണമല്ലോ. ഭഗവാൻ ഉണ്ടായിട്ടൊന്നും തോന്നില്ലല്ലോ. ലോകം സത്യം തോന്നണേ. ഭഗവാനാണ് സത്യം, ഭഗവാനാണ് ലോകം തോന്നുന്നില്ലല്ലോ. ആ നിഹിതം പറഞ്ഞു പൊളിഞ്ഞു. ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധിയോടുകൂടി ഒരുവന് ഇതിന് ആധാരമായി ആശ്രയമായി ഇതിന് സത്യത്വം കൊടുക്കുന്ന ഭഗവാനെ കാണാൻ പറ്റില്ല. ഇത് അതിനെ പറഞ്ഞു. ജഗത്തിനെ സത്യമായി കാണുന്നവര് ഈശ്വരനെ കാണുന്നത്. അതുകൊണ്ടാണ് ജഗത്തിലെ സത്യത്വമില്ല. ഇത് ഗുണാത്മകമായ മനസ്സിന്റെയാണ്, എണ്ണമിക്കുന്നതാണ്, മാറുന്നതാണ്, നശ്വരമാണെന്ന് ഇതിന്റെ പുറകിലേക്ക് പോകുന്നു. സത്യത്തെ യോനി ഈ സത്യമായ പ്രപഞ്ചം എവിടുന്നുണ്ടായ സോഴ്സ് ഉറവിടം അതാണ് ചുരുക്കമാണ് സത്യാത്മകൻ. അന്ന് സത്യസ്വരൂപൻ സത്യം മൂന്ന് കാലത്ത് സത്യം ഒന്നാണ്. നിനക്ക് ഈ സാവധാനത്തിൽ പറയുമ്പോൾ നമ്മൾ സത്യഭാഗമായി ചിന്തിക്കാറില്ലല്ലോ. ശരിയോ? അതിനെയാണ് നമ്മുടെ ശ്രുതിയിൽ പറയുന്നത്. നോക്കൂ, ഭാഗവതത്തിലെ ഏകാദശത്തിലെ 28 അധ്യായങ്ങളുടെ സ്ഥാനമാണല്ലേ ഈ ശ്രുതിയിലെ കേവലം 28 ശ്ലോകങ്ങളെന്ന് മഹാത്മാക്കൾ പറയാൻ. ഈ ശ്രുതിയില പുസ്തകം ഏകാദശം പുസ്തകം 28 ശ്ലോകങ്ങൾ 28 അധ്യായം. ആലോചിച്ച് നോക്കാം. അതിന്റെ ഡെപ്ത് എവിടെയാവും? അപ്പോ മനഃാകൃത് ആമനിജാത് മനസ്സിന്റെ ഒരു സങ്കല്പം മാത്രമായ ഈ 3 ഗുണങ്ങളോട് ചേർത്ത് ഈ മനുഷ്യൻ വരെയുള്ള സൃഷ്ടി മുഴുവൻ അസത് സത്യമല്ലാത്താണ്. എങ്കിലും ത്വയി സത് ഇവ വിഭാഗി സത്യസ്വരൂപനായ അങ്ങയിലാണ് ഈ ലോകം നിൽക്കുന്നതുകൊണ്ട് ഈ സത്യം നടന്നു. ആത്മവിധ ആത്മജ്ഞാനികൾ ഇതാശേഷം ഈ മുഴുവൻ ജഗത്തിനെയും ആത്മതയാ സത്യസ്വരൂപനായ ആത്മാവായി തന്നെ ഭഗവാനായി തന്നെ കാണും. കാരണം സത് അഭിവശന്തി സത്യത്തിൽ നിന്ന് ഉണ്ടായ വസ്തുക്കൾ സത്യമല്ലാതെ അസത്യമാവില്ല. ഭഗവാനെ കൂടാതെ ഈ സത്യത്തിലാണ് ഭഗവാനെ കണ്ടറിച്ചവരെ മനസ്സിലാക്കുന്നതാണ്. അഭിവശന്തിക്കൊണ്ട് അവർ കണക്കാക്കുന്നത് ഹി എന്തുകൊണ്ട് കനകസ്യ വികൃതി തദാത്മതയാ കനകത്തിന്റെ സ്വർണത്തിന്റെ വികൃതി വികാരമായ സ്വർണ്ണാഭരണങ്ങളെ സ്വർണം തന്നെയായിട്ട് കാണാറുള്ളൂ, അല്ലാണ്ട് വേറൊന്നായിട്ട് കാണാറില്ല. അതുകൊണ്ടാണ് സ്വർണത്തെ അറിഞ്ഞാൽ അത് സ്വർണ്ണ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ആഭരണമായിട്ട് കാണുള്ളൂ.
തൂക്കിലോ അവനെന്തിനാ ശക്തി ഗ്രാമത്തിൽ അല്ലേ? ഇതുപോലെയാണ് ഒരിക്കൽ ഈ നാമരൂപാത്മകമായ മാറി മറിയുന്ന ജഗത്ത് സത്യമല്ല, ഭഗവാനെ കൊണ്ടാണ് സത്യമായിരിക്കുന്നത് എന്ന് അംഗീകരിച്ചാലേ ഈ മാറി മറിയുന്ന നാമരൂപങ്ങളെ വിട്ട് നശിക്കാത്ത ഭഗവാനെ അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവുള്ളൂ. ഭഗവത് സാക്ഷാത്കാരത്തിന് ഇച്ഛ വരും. അങ്ങനെ ഭഗവാനെ അറിഞ്ഞ സാക്ഷാത്കരിക്കുന്നില്ലെങ്കിലോ ഈ മാറി മറിയുന്ന നാമരൂപ പ്രപഞ്ചത്തെ തന്നെ സത്യമായി നമ്മൾ വിശ്വസിച്ച് അതിൽ ആശ്രയിക്കുമ്പോഴോ അത് മാറിപ്പോ കുറഞ്ഞു നശിപ്പോ ദുഃഖം ഉണ്ടാവും. അതാണ് വേറെ കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഒരാൾ അതിനെ അനുഭവിക്കുകയോ ദുഃഖിക്കോ ദുഃഖം ഒഴിവാക്കിയ അത് മോചനം വേണമെങ്കിൽ ചെയ്യണം. ഈ മാനമായി നശിക്കുന്നതായ ഈ പദാർത്ഥങ്ങൾക്ക് പുറകിൽ ഇത് സത്യത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ അറിയാൻ സാക്ഷാത്കരിച്ച ഇത് ശ്രദ്ധ ഉയർത്തണം. ഒരിക്കലാണ് സാക്ഷാത്കരിച്ചവര് സ്വർണ്ണജ്ഞാനമുള്ളവര് എല്ലാ ഭരണങ്ങളായിരിക്കും സ്വർണത്തിന്റെ വികാരമാണ് കനകവികൃതി, കനകത്തിന്റെ വികാരമാണ് പണ്ടങ്ങളുടെ രൂപത്തിലിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ പണ്ടങ്ങളും സ്വർണമായി കാണുമ്പോൾ ഈ സമസ്തജഗത്തും ആ പരമാത്മാവിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് പരമാത്മാവ് തന്നെ എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ സ്വർണം തന്നെ ഉണ്ടായതും പോലെ ആ അനുപ്രവേശനം അതിൽ പ്രവേശിക്കുന്ന പ്രപഞ്ചവുമായ ജീവനൊക്കെ ആത്മദയാ അവഹിതം പരമാത്മസ്വരൂപം തന്നെയായിട്ട് കാണുന്നു. സിമ്പിളാണ്. എന്ത് ഇത്രയുള്ളൂ. സ്വർണം ആകണം. ഉദാഹരണം നമുക്ക് മനസ്സിലാക്കണം. സ്വർണം ആകണം. ഒരാൾക്ക് സ്വർണത്തെ സത്യമായി കണ്ടാക്കാം, വേറെ ആഭരണത്തെ സത്യമായി കണ്ടാക്കാം. ആഭരണമാണ് സത്യം എന്ന് വിചാരിക്കുന്നത് ആഭരണം കൊടുക്കാൻ പാടില്ല, ആഭരണം തൊടാൻ പാടില്ല. ഇതുകൊണ്ടോ ശരിയല്ലേ? ആഭരണങ്ങളൊക്കെ സ്വർണ്ണമായി കാണുന്ന ആൾക്കോ ഒരു കുഴപ്പമില്ല. ഈ ആഭരണം കൂടി വേറൊരാഭരണം കാരണം സത്യം ആഭരണമല്ല, സ്വർണ്ണമറിയാം. ഇത് മതി. ഈ ആഭരണത്തിന്റെ സ്ഥാനത്താണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ വസ്തുക്കള്, ബന്ധങ്ങള്, ചിത്രങ്ങള് ഇതൊക്കെ അവിടെ വരുമ്പോ തൊടുകയില്ലേ? നിയറായ ആൾക്കാർ വേർപാടുകൾ, അവർത്തങ്ങള്, ഏകാഗ്രങ്ങള് അതൊക്കെ നമുക്ക് ഷോക്കിംഗ് ആവുന്നു. അതുകൊണ്ട് അതാണ് ഈ അർത്ഥം. മനസ്സിലാക്കാൻ എളുപ്പം നമ്മുടെ ലൈഫിലാണ് അത് ഈ ബന്ധങ്ങളൊക്കെയാണ്. എന്തുകൊണ്ട് അതെയോ ആ ആഭരണങ്ങൾ നാമരൂപങ്ങളാണ്. സത്യമായ സ്വർണ്ണത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഈ പ്രപഞ്ച നാമരൂപങ്ങളിൽ സത്യം അതിന് മുന്നോട്ട് ഭഗവാൻ അതിനറിഞ്ഞിട്ട് അതിനെ അറിഞ്ഞാലേ യുദ്ധമുള്ളൂ. അതുകൊണ്ടാണ് സത്യം അറിയണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ശ്രുതികൾക്ക് നമ്മളെ മനസ്സിലാക്കിയാണ്ടോ മനസ്സിലാവണ്ട. അറിഞ്ഞാലേ നമ്മുടെ ദുഃഖം പോകൂ, നമ്മുടെ സംസാരം ഉണ്ടാവുള്ളൂ, സത്യം മനസ്സിലാവൂ, സത്യം അറിയാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആ സത്യം അറിയുമ്പോ ഇത് സത്യമല്ലെന്ന് അറിയുമ്പോ ഇതിന് സത്യത്വം കൊടുക്കുന്ന സത്യത്തിന്റെ പുറയിലുണ്ട്. അതാണ് പ്രഭു പരമാത്മ ഭഗവാൻ. അതിന് നീ അതിനെ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോഴാണ് സാധനങ്ങള് മനസ്സിൽ ആവശ്യം എല്ലാം വേണ്ടത് അല്ലേ? അപ്പോ ഇതിനൊക്കെ ഭാവിയിൽ പരമകാരനായ ആ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടേ ആ പ്രഭുവിനെ അറിയാൻ കഴിയുള്ളൂ. നമ്മുടെ പാഠം അറിയാൻ കഴിയില്ല എന്ന് വരുമ്പോ ഭഗവത് ദാസനാണ് ഞാൻ എന്ന ഭാവത്തിൽ, ഭഗവാന്റെ സ്വാമി എന്ന ഭാവത്തിൽ ഭഗവാനെ സേവിക്കുന്നു. സർവകർമ്മങ്ങളെ, വൈദികർമ്മങ്ങളെ, ലൗകികർമ്മങ്ങളെ സമർപ്പണത്താൻ ഭഗവാനാണെന്ന് പറഞ്ഞു. അതറിഞ്ഞ് ആശ്രയിക്കുന്നു, വളരെ ശരണമടയുന്നു. അപ്പൊ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവും ആശ്വാസം അറിയാൻ സാധിക്കുന്നു. അപ്പോഴോ സത്യമാർക്ക് പ്രാപ്തനായാൾക്ക് പിന്നെ ഈ ലോകം കണ്ടാലും ലോകത്തിലെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായാലും അതിലൊന്നും സത്യത്വ ബുദ്ധിയില്ല. അതിനൊക്കെ ഭഗവത് ബുദ്ധിയോടെ കാണുന്നുണ്ട്. അതില് അതറിയാം ഇതൊന്നും നശിപ്പിക്കില്ല. അതൊന്നും ശ്രദ്ധിക്കണം. ഇതാണ് ദന്തമഠത്തിന്റെ രഹസ്യം. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്.
ആരാധിക്കുന്നത് അവർ മാത്രമാണ്. ഭക്തിയുടെ രഹസ്യമാണ് ഈ ഭക്തികൾ നമ്മൾ പറയുന്നല്ലോ. എന്താണ് ഭക്തി? നമ്മുടെ ഭക്തി കോവിലിൽ നിൽക്കുന്ന ഭക്തിയാണ്. കോവിൽ പോകുന്നത് ഭക്തിയാണ് അല്ലേ? ഒരു കോട്ടിയിൽ നിൽക്കുന്ന ഭക്തിയാണ് അല്ലേ? വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൽ പറയുന്നു, സർവാന്തര്യാമിയായ ഭഗവാനെ ധരിക്കുന്നവര് ഭഗവാനാണ് സകലചരാചരങ്ങളിലും അന്തര്യാമി എന്ന് മനസ്സിലാക്കി അവരുടെ ആത്മാവ് എന്ന് മനസ്സിലാക്കണം. അതിനാണ് ശ്രുതിവാക്യങ്ങൾ. സകല ജീവജാലങ്ങളും ഭഗവാന്റെ ആവാസസ്ഥാനം. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ വസിക്കുന്നു, ഭഗവാൻ തന്നെയാണ് വസിക്കുന്നത് എന്ന ദൃഢവിശ്വാസത്തോടുകൂടി താൻ ആ ഭഗവാന്റെ ദാസൻ സേവകൻ എന്നാണ്, ഭഗവത് സേവനം നടത്തുകയാണ്, ഭഗവത് ആരാധന നടത്തുകയാണ് എന്ന മാറ്റിൽ ഈ ലോകവ്യവഹാരം അറിയുമ്പോൾ ആ ലോകവ്യവഹാരം കൊണ്ട് ഭഗവാനെ സേവിക്കുമ്പോൾ അവർ മാത്രമാണ് ഭക്തന്മാരായിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഈ ബുദ്ധി ഭക്തിയുണ്ടെന്ന് ചെയ്യുന്ന ഭക്തന്മാരുടെ ഭക്തി ഇതാണ് വാസ്തവത്തിൽ നമ്മളിലും സമൂഹത്തിലും ചെയ്തു വെക്കാൻ കഴിയും. തവ പരിയേ ചരന്തി അഖിലസത്വനികേതതയാ തപുതപദാക്രമന്തി അവിഗണയ്യ ശിരോനിർദേ പരിവയസേ പശൂനിവ ഇരാവിഭൂതാനപിതാൻ ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാഃ തവ പരിയേ ചരന്ത്യഖിലസത്വനികേതതയാ തപുതപദാക്രമന്ത്യവിഗണയ്യ ശിരോനിർദേ പരിവയസേ പശൂനിവ ഗിരാവിബുധാനപിതാൻ ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാഃ തവ പരി യേ ചരന്തി അഖിലസത്വനികേതതയാ തേ ഉദ പരാക്രമന്തി അവിഗണയ്യ ശിരഃ നിരുദേ പരിവയസേ പശൂൻ ഇവ ഗിര വിബുധാൻ അപി താൻ ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി ന യേ വിമുഖാഃ. ഏതൊരുവരാണോ ഏകാൾക്കാരാണോ അഖിലസത്വനികേതതയാ തവ പരിചരണി. എന്താണ് അഖിലസത്വം? സത്വത്തെ ജീവനാണ്. അഖിലസത്വം എല്ലാ ജീവജാലങ്ങളും ആരാണോ സകല ജീവജാലങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്നവരാണ് അവിടുന്ന് എന്ന ഭാവത്തോടെ തവ പരിചരണി അവിടത്തെ ധരിക്കുന്നത്. കാരണം സർവശരീരങ്ങളും ഭഗവാന്റെ ആവാസ സ്ഥാനമാണെന്ന് കണ്ടുകൊണ്ട് നമ്മള് അകത്ത് പോകുമ്പോൾ ആ വിഗ്രഹം ഭഗവാന്റെ ആവാസ സ്ഥാനത്തിട്ട് കുടിക്കുന്നത്, അഭിഷേകം ചെയ്യുന്നത്, വായിക്കപ്പെടണമൊക്കെ അല്ലാതെ കൊടുക്കുമോ? ഇത്ര പൈസ പോകുമോ? ഇത്ര പണം ചെലവാക്കിയിട്ട് പ്രയാസം ചെയ്യോ? കാരണം ഭഗവാന്റെ ആവാസ സ്ഥാനം വിശ്വാസമല്ലേ. പക്ഷെ ഓരോ ശരീരങ്ങളും ഭഗവാന്റെ ആവാസ സ്ഥാനം എന്ന വിശ്വാസം ഇങ്ങനെയാണ്. അതാണ് ഇപ്പം ഭക്തി പറഞ്ഞത്. മനസ്സിലായോ? അപ്പോ ആരാണോ യാതൊരുവരാണോ അഖിലസത്വനികേതതയാ നികേതന വീട് സത്വം ജീവജാലങ്ങൾ അഖിലസത്വനികേതന എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ വീടാണ്. അതിലൊക്കെ ഭഗവാനാണ് വസിക്കുന്നത് എന്ന ഭാവത്തോടെ തവ പരിചരണി അങ്ങേക്ക് സേവനം ചെയ്യുന്നു, പരിചരിക്കുന്നു, അങ്ങനെ തേ അവർ മാത്രം
അവഗണനീയ ഒന്നിനെയും വകവയ്ക്കാതെ സംസാര ബന്ധങ്ങളൊന്നും വകവയ്ക്കാതെ നിർദ്ദേശ മൃത്യുവിന്റെ ശിരസ് പല ആക്രമണത്തിൽ കാലോട് ചവിട്ടിക്കുക മൃത്യുവിന്റെ തലയിൽ ചവിട്ടി കൊടുത്തത് മുകളിലേക്ക് കൊടുക്കണം എന്തായാലും അവർ മാത്രം മൃത്യുവിനെ അനുഗ്രഹിക്കുന്നു അമൃതത്വം മരണഭേദിയാവുന്നതാണ് നേരെ മറിച്ച് ഇപ്രകാരം ഭഗവാനെ ഭജിക്കാത്ത ഭക്തന്മാരാണെങ്കിലോ അവർ വലിയ വിപുലമായ വലിയ ശാസ്ത്രപണ്ഡിതന്മാരായിരിക്കാം എങ്കിൽ പോലും താൻ അവരെ പശുവിവ മൃഗങ്ങളെ എന്ന പോലെ അവിടുന്ന് വേദങ്ങളിലെ വിധി നിഷേധ സ്വരൂപമായ വേദവാക്യങ്ങളെ കൊണ്ട് മോക്കുകയറുന്ന കാളയെ കർഷകൻ നിയന്ത്രിക്കുന്ന മാതിരി ബന്ധിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള ഭക്തിയില്ലാതെ സർവചരാചരങ്ങളും ഭഗവാൻ വസിക്കുന്ന ആ ആവാസസ്ഥാനമാണ് ഭഗവാൻ അവരെയൊക്കെ വിശ്വസിക്കുന്നു എന്നറിഞ്ഞ് ആ ഭഗവാനെ സേവിക്കാവുന്ന ഭക്തി ഉള്ളവര് ആ ഭക്തി കൊണ്ട് വേഗം വളരെ ശുദ്ധമായി ഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അജ്ഞാനത്തെ ഏർപ്പെട്ടിരിക്കുന്നു. അല്ലാത്ത ആൾക്കാരോ പണ്ഡിതന്മാരായിരിക്കാം, പക്ഷേ അവരൊക്കെ ഈ ദേഹത്തെ തന്നെ ജ്ഞാനം സത്യമായി വിചാരിക്കുന്നു, മറ്റേ ശരീരത്തിനെ ഭിന്നമെന്ന് വിചാരിക്കുന്നു, ഈശ്വരനെ ഈ ലോകത്തിൽ നിന്നും ഈ വിചാരങ്ങളിൽ നിന്നും വേറിട്ട് എവിടെയോ ഇരിക്കുന്നതായിട്ട് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഈ വേദത്തിലെ വിധി നിഷേധങ്ങൾക്ക് വിധേയരാണ്. അങ്ങനെ അവരെ ഭഗവാൻ പരിഹരിച്ചേ ഈ വേദവാക്യങ്ങളെ കൊണ്ട് ബന്ധിക്കുന്നു. ഭഗവാനിൽ ഭക്തിയുള്ള ആൾക്കാർ മാത്രം ഖലു തീർച്ചയായിട്ടും ഉലന്തി സ്വയം പരിശുദ്ധരായിരിക്കുന്നു. അപ്പോൾ ഭക്തന്മാർ സ്വയം പരിശുദ്ധരായിരിക്കുന്നു മാത്രമല്ല മറ്റുള്ളവരെ പരിശുദ്ധരാക്കി വിഭജിക്കും. ആരാണോ വിമുഖാഹ ഭഗവാൻ വിമുഖന്മാരായിത്തീരുന്നത് അവര് സ്വയം ശുദ്ധരായിത്തീരുന്നില്ല, മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവരാകും ചെയ്യുക. സകല ജനാന്തരങ്ങളിലും ഭഗവാൻ ഉൾക്കൊള്ളുന്നു എന്നറിഞ്ഞ് സകല കർമ്മങ്ങളെ കൊണ്ടും ഈശ്വരാരാധന ചെയ്യുന്ന ആളുകള് ആ ഭക്തി, അതിന്റെ ഭക്തി, ആ ഭക്തി കൊണ്ട് മനഃശുദ്ധി ചെയ്യുന്നവരായിട്ട് അനായാസേന സംസാരത്തിന് മുക്തന്മാരായിരിക്കും. അവർ സ്വയം ശുദ്ധരായി മറ്റുള്ളവരെ ശുദ്ധീകരിക്കും. അല്ലാത്ത ആൾക്കാരുടെ സ്ഥിതി എന്താ? അല്ലാത്ത ആൾക്കാരുടെ സ്ഥിതി സ്വയം ശുദ്ധിയില്ല, മറ്റുള്ളവർക്ക് ശുദ്ധിയില്ല, മറ്റുള്ളവർക്ക് ശുദ്ധി വർക്കാൻ കഴിയില്ല. അവര് ഈ ദേഹത്തിലും ആ ദേഹാത്മാനത്തിലും കുടുങ്ങി ശരീരമാണെന്ന് ഞാനെന്ന് ബോധിച്ചുകൊണ്ട് ജനനം കഴിഞ്ഞിരിക്കുന്നു. അവര് എത്ര വലിയ വിദ്വാൻമാരായാലും വേദത്തിലെ വിധിവാക്യങ്ങളിൽ വിധിനിഷേധ വാക്യങ്ങളെ കൊണ്ട് അതിൽ കുടുങ്ങുകയാണ്. അവർക്ക് വിധിനിഷേധങ്ങൾ ബാധകമാണ്. അജ്ഞാനികൾക്ക്, ശരീരാഭിമാനികൾക്ക് വേദങ്ങളുടെ വിധിനിഷേധങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നേരത്തെ ജ്ഞാനികൾക്കോ ഭക്തന്മാർക്കോ വിധിനിഷേധങ്ങളിൽ ഒരു വിധിനിഷേധങ്ങളുടെ അതീതനാണ്. അതാണ്. അപ്പൊ സകല ജീവരാശികളിലും ആത്മസ്വരൂപനായി വിളങ്ങുന്നത് തന്റെ ഭഗവാനാണെന്ന് കണ്ടുകൊണ്ട് ആരാണോ ഭഗവാനെ ചെയ്യുന്നത് അവര് മൃത്യുവിനെ അനുഭവിച്ച് മുക്തന്മാരായിരിക്കും. ആത്മസ്വരൂപേണ ഭഗവാനെ ഭജിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഭക്തി കിട്ടും? വേഗം സത്വമുണ്ടായിരിക്കും, ഭക്തി ഉണ്ടാവും, മനസ്സുദ്ധമാകും, അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവും, ശരീരമില്ലാനുള്ള അനുഭവം ഉണ്ടാവും, അജ്ഞാനം നശിക്കും. ആ ശരീരാഭിമാനം പോയവർക്ക് മാത്രമേ മൃത്യു ഭയം ചെയ്യാവുള്ളൂ. ശരീരാണെന്ന് വിചാരിക്കുന്ന ആരും മൃത്യുവിനെ അനുഭവിച്ചിട്ടില്ല, മരണത്തിന്റെ തലയിൽ കാണിച്ചു കാണാൻ പറ്റില്ല. ഇല്ല, അതാണ് ദേഹാഭിമാനം പോയി ആത്മസാക്ഷാത്കാരുണ്ടാവും. ഞങ്ങൾ ജന്മമരണങ്ങൾ പണിതരായിരിക്കും. എന്നാൽ ഭക്തി ഇല്ലാത്തവരോ എത്ര വലിയ വിദ്വാൻമാരായ പണ്ഡിതന്മാരായാലും അവരൊക്കെ വേദവിധികളെ പരിപാലിക്കാൻ പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. എന്താ കാരണം? അവർക്ക് ദേഹാഭിമാനമുണ്ട്, ദേഹങ്ങളിൽ ആസക്തിയുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്. അവര് ആ വിധിനിഷേധങ്ങൾക്കനുസരിച്ച പുണ്യഭാവ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. നിഷേധം ചെയ്യും, പാവയും ഇല്ലേ? ഇങ്ങനെയാണ് വിധിനിഷേധങ്ങളെ നമ്മളെ തെറ്റിക്ക് പോകാതെ ചെയ്യുന്നത്. ആളെ ചെയ്യണം, ചെയ്യാൻ പാടില്ലാത്ത വീരാത്ത ജ്ഞാനികൾക്ക ദേഹം ജ്ഞാനിയായിരിക്കണം. അവര് തിരിച്ച് ചെയ്യാൻ ചെയ്യേണ്ട പറഞ്ഞ് ചെയ്താൽ പുണ്യധാമം, ചെയ്യുന്നത് പറഞ്ഞ് ചെയ്യേണ്ട കാരണം
ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരുന്നാക്കണം, ചെയ്യാൻ പാടില്ല എന്ന് ചെയ്യാറണം. അപ്പോൾ പുണ്യഭാഗത്ത് വരും മനസ്സിലായി. അങ്ങനെ ഈ ജീവനെ കൺട്രോൾ ചെയ്യും, മുമ്പേറിന്റെ ആളെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ അവനെ അങ്ങനെ പിന്താൻ ചെയ്ത ആളാണ് ഞങ്ങളാണ് കഷ്ടപ്പെടാറുള്ളത്. എന്നാലോ എല്ലാ രാജ്യങ്ങളിലും ജപിക്കുന്ന മുത്തന്മാർക്ക് വിജയശേഖരങ്ങളിൽ അവർ മുത്തന്മാരാണുള്ളത്. അത് ജ്ഞാനം ചെയ്യാതെ അഭിമാനിക്കാനാണ്. ഇതാണ് അപ്പോൾ മനസ്സ് ശുദ്ധമാവില്ല. ശുദ്ധമായി തീർന്ന മനസ്സിലെ ഞാൻ ആത്മാവാണെന്നുള്ള തത്വമസി ബോധം ഉണ്ടാവുള്ളൂ. അല്ലെ, തത്വമസിയിലൂടെയാണല്ലോ ശ്രീ ഉപദേശിക്കുന്നത്. അതെ, ആത്മജ്ഞാനം കൊണ്ട് ഞാൻ ശരീരമാണെന്നുള്ള തോന്നൽ മനസ്സിൽ പോകണം. മനസ്സിലാണ് കണ്ടിരിക്കുന്നത്. ശുദ്ധമായ മനസ്സിലെ അത് കൂടും, അത് ഉറയ്ക്കുള്ളൂ. നമുക്ക് കേട്ട് ഉറക്കാനേ ഉള്ളൂ. പറയുമ്പോൾ ശരിയാണ് തോന്നില്ലേ? അതുകൊണ്ടാണ് ശുദ്ധി വേണ്ട പോലെ അതുകൊണ്ടാണ് ഉറങ്ങുന്നില്ല. ഈ ശുദ്ധി വരുന്നതായി സഹജം ഉണ്ടാകുന്നില്ല, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ശരീരാത്മാനം നീങ്ങാൻ പറഞ്ഞ കാലം വിധിനിഷേധങ്ങളെ മാനിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു അജ്ഞാനാവസ്ഥ. അതാണ് ഭഗവാൻ അവരെ വേദവാക്യങ്ങളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത്. ഭഗവത് ഭക്തന്മാര് ആ ദൃഢമായ ഭഗവത് ഭക്തി കൊണ്ട് ഭക്തിയുടെ പ്രഭാവം കൊണ്ട് അവരെ ശുദ്ധരാക്കി മറ്റുള്ളവരെ ശുദ്ധീകരിക്കും. അങ്ങനെ ഭക്തി ഇല്ലാത്തപ്പോ അഹങ്കാരം ദേഹാഭിമാനം നിന്നാതുകൊണ്ട് അവനവനെ ശുദ്ധരാക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ ശുദ്ധരാക്കാൻ സാധിക്കില്ല. അപ്പൊ ഭക്തിയുടെ പ്രായോഗികത, ഭക്തിയുടെ പ്രായോഗികരണം എല്ലാം എന്താണ് പറഞ്ഞത്? അഖില സത്വനികേതതയാ ങ്ങളിലും ജീവനായി ആത്മസ്വരൂപനായി കുടികൊള്ളുന്നത് അങ്ങാണ് എന്ന ഭാവത്തിൽ ഭഗവാനെ ശ്രമിക്കുന്നു. ആ സേവനത്തിന്റെ സ്വഭാവത്തായിരിക്കും ഒരു പ്രത്യേക മനസ്സിലായോ? അവിടുന്ന് കുറെ കൂടി കേൾക്കുമല്ലേ ആ ഭഗവാനെ ഓരോ ജലാലയങ്ങൾ കാണുന്നുണ്ടായി. ആ സഹജീവികളുടെ ജലാലയങ്ങളുടെ സഹജീവികളുടെ കഷ്ടവും സുഖവും അതൊന്ന് ഉത്കൃഷ്ടമൂല്യങ്ങൾ സ്നേഹം, കാരുണ്യം, ദയ, ദീനാനുകമ്പം ഒക്കെ ഉണ്ടാവും. നമുക്ക് പറഞ്ഞത് ഈ ആശയമാണ്. ഒരു കുടിയേക്ക് വന്നിട്ട് ഞങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തിയാണെന്ന് ആ പറയണേക്കൊക്കെ അർത്ഥം ധൈര്യം പഠിക്കുമ്പോൾ മനസ്സിലാവും. ശരിയോ? സ്വരാജ്യ സേവനം സർവേശ്വര സേവനമാണെന്ന്. കാരണം സകല ജീവൻ ഓരോ ശരീരങ്ങളും ഭഗവാൻ കൂടിയുള്ളത് ക്ഷേത്രങ്ങളാണ്. ശരീരം ക്ഷേത്രം പതിമൂന്നാമത്തെ പറഞ്ഞില്ലേ? ക്ഷേത്രജ്ഞനായിരിക്കുന്ന ആരാണ്? ഓരോ ജീവൻ ഭഗവാനാണ്. അങ്ങനെയാണെങ്കിൽ ജീവസേവ എന്താണ്? ശിവസേവ. ശിവഭാവേ ശിവസേവ. ശിവനാണ് എന്റെ ഉള്ളിലിരിക്കുന്നത്. ശിവനെ സേവിക്കുകയാണെന്ന് ജീവസേവയിലാണ്. ജീവജാതികളെ സേവ ചെയ്താൽ നരസേവ, നാരായണസേവ, മാധവസേവ, മാനവസേവ. എന്താണ് അർത്ഥം? ആ മാധവന്റെ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ശരി. ഓരോ സകല ജീവനികേതയെ അതിൽ പോയിട്ട് വളരെ എല്ലാ ജാതകങ്ങളിലും ആ മാധവനായിരിക്കുന്നതെന്ന് ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കൈകാര്യം ചെയ്യുമ്പോൾ സേവ ദാസൻ ഞാൻ എന്നതിനോടുകൂടി ഈ ലോക വ്യവഹാരം നിർവഹിക്കുമ്പോൾ വേഗം മനസ്സിലുണ്ടാവുന്നുണ്ട്. നിത്യം ഭഗവതിൽ പറയുന്നതാണ്. യുവരാജത്തിൽ ഞാൻ കുടികൊള്ളുന്നു എന്ന് നിന്റെ ഭാവനയാണ്. ഈ രാമായണത്തിന്റെ ശരീരയുടെ ഭക്തിയെക്കുറിച്ച് പറയുന്നല്ലോ. അവിടെ ഭക്തിയെക്കുറിച്ച് പറയാൻ നോക്കും. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുകയും സർവഭൂതാത്മാ ഞാൻ എപ്പോഴും പറയുകയും സർവഭൂതങ്ങളിലും മന്മതി മുടിയില് ഞാനാണ് അതിരിക്കുന്നത് തിരിച്ചറിയണം. സർവഭൂതങ്ങളുടെ ആത്മാവ് ഈ ഞാൻ കുടിക്കുന്ന ഭഗവാനാണ് ഭാവനയാണ്. ഈ ഭാവന വരാത്തോണ്ടാണ് നമ്മൾ വികാസിക്കുന്നത്. ഇതാണ് മർമ്മം ഭക്തിയുടെ. പക്ഷേ എന്ത് ചെയ്യാം? പള്ളിയിൽ, ചർച്ചിൽ, മോസ്കിൽ, ഗുരുദ്വാരയിൽ, അമ്പലത്തിൽ ഒതുങ്ങിയ ഭക്തിയുള്ളൂ ഈ സ്വപ്നം. അതിൽ അതീതരായ വളരെ 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 അപൂർവം മഹാന്മാരായിരുന്നു. ഭാഗവതത്തിന്റെ അടിസ്ഥാനം മുഴുവൻ പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ കഴിയും. യഥാർത്ഥ ഭക്തരെ
സംപരീക്ഷന്റെ ഭക്തി, പ്രഹ്ലാദന്റെ ഭക്തി, അതാണ് ലക്ഷ്യം. അല്ലാതെ സാമാന്യ ഭക്തി ചെയ്തിട്ട് അതുകൊണ്ട് തൃപ്തരായിരിക്കെ ഈ ഭക്തി മതി ഭക്തി മതി എന്നാണ് പറയാറുണ്ട്. മനസ്സിലായോ? സാമാന്യ ഭക്തിയെ ബുദ്ധിമുട്ടുന്നത് ഒരുപാട് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നത് അത് തന്നെ. പക്ഷെ ആരംഭം എവിടെയും കാണാൻ പറ്റാത്ത ദൈവത്തെ, എവിടെയും കാണാൻ പറ്റാത്ത ക്ഷേത്രത്തിലുള്ള അല്ലേ, ആ ശക്തനാഥത്തെ കേൾക്കുമ്പോഴേക്കുള്ളൂല്ലോ, അല്ലെങ്കിൽ അമ്പുളി കേൾക്കുമ്പോഴേക്കും ദൈവത്തിന് ഓർക്കൂലോ. അത്രയ്ക്ക് ഗോപുരം കണ്ടാകുന്നത് ചില ആൾക്കാരെ ഗോപുരം കണ്ടിട്ടില്ല. ഭഗവാൻ അല്ലേ, അതാണ് ഐഡിയ. പക്ഷേ അത് നമുക്ക് അമ്പലങ്ങൾ കാണുമോ, അതുപോലെ ഓരോ ശരീര ജീവജാലങ്ങളെ കണ്ടും അത് റിലേറ്റ് പ്രധാനപ്പെടാം. ആ ഭാവന വരുമ്പോൾ ആ ഭാവന നമുക്ക് വരിക പ്രധാന വളരെ അതാണ് ശരീര ആ നിലയിലേക്കാണ് നമ്മളെ ഉയർത്തുന്നത്. അതെ, അങ്ങനെയുള്ള ഒരു സ്വയം പരിശുദ്ധനാണ്, ലോകത്തെ പരിശുദ്ധൻ. ആ നിലയിലാണ് നമുക്ക് ശുദ്ധീര നമ്മൾ രക്ഷപ്പെട്ടേ അതുകൊണ്ട് എന്താ വേണ്ടത്? അങ്ങനെയുള്ള ഭക്തി ജീവിതം അനുഗ്രഹിക്കൂ, പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ഇതൊക്കെ കേട്ടതിനെ മനനം ചെയ്യാം. മനനം കൊണ്ടാണ് ബുദ്ധിയല്ലേ മറ്റുള്ളവർക്ക് ദ്രോഹത പ്രവർത്തികൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയുന്ന സേവനങ്ങൾ ചെയ്യാം, സഹായം ചെയ്യാൻ നമ്മളായ എല്ലാ ഗ്രാമങ്ങളിലും ആ ഭഗവാനാണ് വസിക്കുന്നെങ്കിൽ ഭഗവാനെ സഹായം ചെയ്യാൻ നമ്മളറിയില്ല. ഭഗവാൻ നമ്മളെ സഹായിക്കണം, നമുക്ക് ഭഗവാനെ സേവിക്കാനേ അപ്പോൾ സഹായങ്ങളെ സേവ ആണ് ദാസനാണ്. കാരണം ഈ നമ്മളൊക്കെ നമ്മളൊക്കെ മോഹിച്ചുകൊണ്ട് അത് പറയുന്നു, ഞാനത് പറയുന്നുണ്ട് പറയും. പക്ഷേ യഥാർത്ഥ വാർത്താക്ഷേപമാണ് വളരെ സിമ്പിൾ, വിനയം, താഴ്മ. ദാസൻ ഭഗവത് ദാസന്റെ അഭിനയിക്കുന്നത് വലിയവരുടെ ശരിക്കും ലോകത്തെ സേവ ചെയ്യുന്നത്. അവർക്കൊരിക്കലും ലോകത്തെ സേവിച്ച് ഞാൻ വിചാരിക്കും ഓം നമഃ ശിവായ, 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 ഓം Om Shanti.